ആ ആ നമ്മൾ സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കുറച്ച് ഞാനിപ്പോൾ ഇത് പറയാത്തതാണ്. ആരെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടോ? ബെൻസ് സർവീസ് ഗോപി എന്ത് ചെയ്യുന്ന? ഏത് ഗോപിയാ ബ്രോ? ഹായ് ബ്രോസ്. സോ നമ്മുടെ ടിപ്പെക്സിൻ്റെ ഇന്ന് 7ാമത്തെ ആഴ്ചയിലെ ഫസ്റ്റത്തെ ദിവസമാണ്. സോ ഫസ്റ്റ് റൂമാണെന്ന്. ഇത് നമ്മളെല്ലാവരും പോകുന്ന ഇറങ്ങിലേക്കാണ്. പിള്ളേരൊക്കെ കയറി വരുന്നുള്ളൂ. 25 പേരായിട്ടുണ്ട് ഇതുവരെയായിട്ടും. സോ നമുക്ക് നോക്കാം. മനാഫ് ബ്രോ ബെൻസി ഗോർഗീസ് എന്താ ഗോപി എന്തെങ്കിലും ചോദിക്കണ്ട? ഗോപിയോ? അതാരാ ഗോപി? ഈശ്വര, ഇന്ന് ഗോപിയൊക്കെ ഉണ്ട്. ഇവിടെ ഗോപി ഒന്നും ആരും ഇല്ല. സോ മനാഫ് ബ്രോ ഹായ് ബ്രോ. സോ എല്ലാവർക്കും വെൽക്കം. സോ നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മൾ കഴിഞ്ഞാണ് നമ്മുടെ ഫസ്റ്റ് അടിച്ച് നമ്മുടെ കേരള വാർഹെഡ്സിൻ്റെ പിള്ളേരാണ്. സോ ഇത്തവണ അവരില്ല, അതിന് പകരം വേറെ ഇത്തവണ വീക്കിലി ആരായിരിക്കും ചാമ്പ്യൻ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോ നമുക്ക് വെയിറ്റ് കാത്തിരിക്കാം. ഒരാഴ്ച 6 ദിവസമാണ് നമ്മുടെ റൂം ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ശരിക്കും റൂം വയ്ക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവസാന നിമിഷമില്ല, ഒരു ഈവനിങ് കൂടി നമ്മൾ പിന്നെ കൺഫേം ആക്കിയത് റൂമിൻ്റെ കാര്യം. അപ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം മിനി ടീമുകൾ ആരൊക്കെയുണ്ട്. ഹൊറൈസൺ ഓക്കെ. അങ്ങനെ പിള്ളേർ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പിള്ളേരൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ നമുക്ക് ക്ലാൻ ലിസ്റ്റ് നോക്കും. ക്ലാൻ ലിസ്റ്റ് കുറേ പുതിയ പിള്ളേരുണ്ട്. സോ നമ്മുടെ സ്ലോട്ട് 5 നമ്മുടെ സ്വന്തം ടെററിൻ്റെ പിള്ളേരാണ്. ടെററിൻ്റെ പിള്ളേർ ഫുൾ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ എക്സൗട്ടിൻ്റെ പിള്ളേരാണ് സ്ലോട്ട് 6 ഇരിക്കുന്നത്. എക്സൗട്ടിൻ്റെ പിള്ളേരോട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരാണ്? PX വാരിയർ സ്ലോട്ട് 8 ആരാണ്? സ്ലോട്ട് 8 നമ്മുടെ ഫീനിക്സ് വിങ് ആണ്. അതെ, ഓക്കെ. ഫീനിക്സ് വിങ്സിൻ്റെ പിള്ളേരാണ്. ഫീനിക്സ് വിങ് അല്ലേ? അതെ, ഓക്കെ. ഫീനിക്സ് വിങ്സ് ആണ്. ഫീനിക്സ് വിങ്ങിൻ്റെ പിള്ളേരോട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊമിക്കൻ പിള്ളേർ വരുന്നുണ്ട്. എറർ 404 പിള്ളേരുണ്ട്. അത് ഇമ്പൾസ് കൊമിക്കൻ പിള്ളേർ ഫുൾ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ RDX പിള്ളേർ വന്നിട്ടുണ്ട്. വനത്തിൻ്റെ പിള്ളേർക്ക് കഴിഞ്ഞ ആഴ്ച ഉള്ളവരാണ്. അത് ആദ്യമായിട്ടാണ് വനത്തിൻ്റെ പിള്ളേരുണ്ട്. വനത്തിൻ്റെ പിള്ളേരോട് ഉണ്ട്. അതുകൊണ്ട് VSOP പിള്ളേരുണ്ട്. INൻ്റെ പിള്ളേരുണ്ട്. അതുപോലെ ചെമ്പൻ DXൻ്റെ പിള്ളേരുണ്ട്. വേറെ നമ്മുടെ DTRൻ്റെ പിള്ളേരും പിന്നെ ടിപ്പെക്സിൻ്റെ പിള്ളേരുണ്ട്. സോ ബാക്കിയുള്ളത് നമുക്ക് കയറുമെന്ന് വിചാരിക്കാം. അതുവരെ നമുക്ക് കൊടുക്കാതെയൊക്കെ പറഞ്ഞിരിക്കാം. സോ എല്ലാവരും ചില്ലായിട്ടിരിക്കുക. സോ നമ്മൾ സ്ട്രീമിംഗ് ഒരു 1 മിനിറ്റ് ഡിലേ ഉണ്ട്. സോ നിങ്ങളുടെ കമൻറ്റ് കണ്ട് ഞാൻ കാണാതിരിക്കുന്നതല്ല, നിങ്ങളുടെ കമൻറ്റ് കണ്ട് ഞാൻ പരമാവധി ഞാൻ റിപ്ലൈ തരുന്നതാണ്. സോ ചെറിയൊരു ഡീലേ ഉണ്ട്. ആ ഡീലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കാരണം വേറെ സ്ട്രീം സ്നൈപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൈ തട്ടി റൂമൊന്ന് ക്ലോസ് ആകാൻ പോയി നൈസായിട്ട്. ജസ്റ്റ് മിസ്. സോ നിങ്ങൾ ഈ സ്ട്രീമിംഗ് ആദ്യമായിട്ട് കാണുമെങ്കിൽ നമ്മുടെ ചാനൽ അവിടെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ആഴ്ചയും നമ്മുടെ ടിപ്പെക്സിൻ്റെ റൂമുണ്ട് കേട്ടോ. സോ ടിപ്പെക്സിൻ്റെ റൂമുകൾ സ്ട്രീമിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പുതിയ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ വേറെ ഒന്നുമല്ല, എങ്ങനെയൊക്കെ സ്ട്രീം ചെയ്യാം. അത് OBS വെച്ചിട്ട് എങ്ങനെ സ്ട്രീം ചെയ്യാം, അല്ലാതെ OBS ഇല്ലാണ്ട് ഐ മീൻ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് സ്ട്രീം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പല രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊക്കെ കാണാം, അത് സ്ട്രീം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. സോ നമ്മുടെ എറർ 404ൻ്റെ പിള്ളേരൊക്കെ വന്നിരിക്കുന്നുണ്ട്. എറർ 404ൻ്റെ സ്ലോട്ട് ഏതാണ്? 14 14 കൊമിക്കിൻ്റെ പിള്ളേർ എവിടെ ഇരിക്കുന്നത്? 17 കൊമിക്കിൻ്റെ സ്ലോട്ടാണ്. അത് കൊമിക്കിൻ്റെ സ്ലോട്ടാണ് 17. അതേക്ക് നേരത്തെ കൊമിക്ക് നൈസായിട്ട് സ്ലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഈ കൊമിക്ക് ഇത് ഫുൾ കോമഡി ആണല്ലോ. 14 എററിൻ്റെ പിള്ളേരുടെ സ്ലോട്ടാണ്. കൊമിക്ക് ഉടൻ തന്നെ മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ മാറുമെന്ന് വിചാരിക്കാം. മതി. സോ എററിൻ്റെ പിള്ളേർ അതെ. സോ കൊമിക്കാൻ പിള്ളേർ സ്ലോട്ട് മാറിയിട്ടുണ്ട്. സോ സ്ലോട്ട് പരമാവധി നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. കാരണം വേറെ എല്ലാ സ്ലോട്ട് മാറാതിരിക്കാൻ പരമാവധി നോക്കണം. മോനെ ടിപ്പെക്സ് താനോസ് ഇല്ല ബ്രോ. താനോസ് ഇത്തിരി ബിസിയാണ്. പുള്ളി വരുമായിരിക്കും. പോസ്റ്റർ എന്തെങ്കിലും ചെയ്യണ്ട. പോസ്റ്റർ പണിതുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റർ സെറ്റാക്കാം. ആമേലെ എന്ത് ദാസതാ കൊമിക്കിന് സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേരൊക്കെ വന്നിട്ട് അത് കൊമിക്ക് ഇപ്പോൾ തന്നെ നൈസായിട്ട് പണി വാങ്ങിച്ചാൽ വേറെ ഒന്നുമില്ല. അവർ സ്ലോട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അവർ സ്ലോട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. സോ പോസ്റ്റർ എന്തായി സഹൽ ബ്രോ പോസ്റ്റർ അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഇച്ചിരി പണിയുണ്ട് അത്. അപ്പോൾ അതിൻ്റെ പണി അതും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പണി കൂടി ചെയ്യണം. കുറച്ച് പേരുണ്ട്.
എററിൻ്റെ പിള്ളേരെ സ്ലോട്ട് 14 അല്ലേ? ഒരു മിനിറ്റ് നോക്കി ബ്രോ. എററിൻ്റെ പിള്ളേർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എററിൻ്റെ സ്ലോട്ട് നമ്പർ എത്രയാണ്? ഒരു മിനിറ്റ്. എറർ 404 14 എററിൻ്റെ കറക്റ്റ് സ്ലോട്ടാണല്ലോ. സോ എററിൻ്റെ പിള്ളേരോട് എററിന് 14 എററിൻ്റെ ആണല്ലോ. പക്ഷേ സ്ലോട്ട് 14 എററിൻ്റെ ആണ്. അതുപോലെ തന്നെ 13 നമ്മുടെ RDX പിള്ളേരാണ്. 11 നമ്മുടെ റിവോൾട്ടിൻ്റെ പിള്ളേരാണ്. 12 ആരുടെ ടീമാണ്? എക്സോഡസിൻ്റെ പിള്ളേരുടെയാണ്. സോ ഡെഡിൻ്റെ പിള്ളേരെ സ്ലോട്ട് 10 ആണ്. അത് ഇപ്പോൾ 9 നമ്മുടെ ടോപ്പിന് എഴുതിയ ടോപ്പിൻ്റെ പിള്ളേർക്ക് വിത്ത് ബ്രോ എല്ലാവരും കട്ട സപ്പോർട്ടാണ്. കൊമിക്കിന് കട്ട സപ്പോർട്ടാണ്. സ്ലോട്ട് 5 ആരാണ്? സ്ലോട്ട് 5 നമ്മുടെ ടെററിൻ്റെ പിള്ളേരാണ്. ടെററിൻ്റെ പിള്ളേർക്ക് അത് സപ്പോർട്ടുണ്ട്. നമ്മുടെ ആദർശുണ്ട്. വാറുണ്ണി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇസഡാറിൻ്റെ പിള്ളേരെ വാറുണ്ണി എവിടെ? വാറുണ്ണി സാർ ഉണ്ട് സാർ. വാറുണ്ണി എവിടെ ഇരിക്കുന്നുണ്ട്? ജോർജി ബ്രോ വാറണിക്ക് ഇരിക്കുന്നുണ്ട്. വാറണിക്ക് കട്ട സപ്പോർട്ട് ഉണ്ട്. അതേപോലെ സ്ലോട്ട് 5 സപ്പോർട്ട് വേണ്ടി നമ്മുടെ സ്വന്തം ടെററിൻ്റെ സപ്പോർട്ട് പിള്ളേരൊക്കെ അറിയേണ്ടിട്ടുണ്ട്. അതെ ടെററിൻ്റെ പിള്ളേർക്ക് ഇതിൻ്റെ ടെററായിട്ട് തന്നെ നമുക്ക് നോക്കാം. പിള്ളേരൊന്ന് ടെററാവോ അതോ പടാവോ എന്ന് നമുക്ക് കണ്ടറിയാം. അത് ഡിന്നർ ആര് കൊണ്ടുപോകുമെന്ന് നമുക്ക് നോക്കാം. ഇറാങ്കിലാണ്. ഇറാങ്കിൽ ടോപ്പിൻ്റെ പിള്ളേർ സ്ലോട്ട് 9 ആണ്. അത് ഈ സ്ലോട്ട് 9 പിള്ളേർ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞാണെങ്കിൽ ഞാൻ മറന്നു ആദ്യ കളി തന്നെ സ്ലോട്ട്സ് ലിസ്റ്റൊക്കെ. സോ നമ്മുടെ ഇപ്പോൾ അത് പിള്ളേരൊക്കെ സ്ലോട്ടൊക്കെ മാറി എന്ന് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്പാർട്ടയുടെ സ്ലോട്ട് 16 ആണ്. 16 പിള്ളേർ കാണുന്നില്ലല്ലോ ഒന്ന്. അതെ ഫീനിക്സ് സ്പാർട്ട നൈസായിട്ട് സ്ലോട്ട് മാറിയിട്ടുണ്ട്. ടീം വിസാർഡ്സിലേക്ക് മാറിയിട്ടുണ്ട്. സ്ലോട്ട് 20 ആരാണ്? DX ആണ്. DXൻ്റെ പിള്ളേർ സ്ലോട്ട് 20 ആരാ? DX അല്ലേ? തിയോസ് ആണ്. അതെ DXൻ്റെ പിള്ളേർ സ്ലോട്ട് നൈസായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. തിയോസ് തേങ്ങ അവസാന നിമിഷമാണ് വരുന്നത്. കിക്ക് ചെയ്ത് തിരിച്ച് കയറാൻ പറ്റുമോ എന്നറിയില്ല. ഓക്കെ നമുക്കൊരു ഇന്ന് ചെറിയ ഡീൽ ഇടാം. ഇവർ പഴയ സ്ലോട്ട് മാറിയിരിക്കുന്നുണ്ട്. ഞാൻ 2 കിക്ക് ചെയ്യാം. നമ്മൾ സ്ലോട്ട് എല്ലാവരും കയറുമ്പോൾ സ്ലോട്ട് നോക്കാൻ പറയാറുണ്ട്. പക്ഷേ ആരും സ്ലോട്ട് നോക്കണില്ല. അതുകൊണ്ടായിരുന്നു ദിവസത്തിനുള്ളിൽ ഇപ്പോൾ സ്ലോട്ട് മാറുന്നു വിചാരിക്കാൻ പറ്റുന്നത്. വേറെ ഇനി ഏതൊക്കെ ടീം സ്ലോട്ട് മാറട്ടെ. ടിപ്പെക്സിൻ്റെ പിള്ളേർ താഴെയുണ്ട്. പിന്നെ DTR കയറിയുണ്ട്. ഇസഡാറിൻ്റെ പിള്ളേരുണ്ട്. DXൻ്റെ പിള്ളേർ കയറേണ്ട അടുത്താണ്. DXൻ്റെ പിള്ളേർ എവിടെയാണ്? തിയോസിൻ്റെ പിള്ളേർ കയറിയത്. റേസിൻ്റെ പിള്ളേർ എവിടെയുണ്ട്? റേസ് 21 ആണ്. അതുപോലെ INൻ്റെ പിള്ളേർ 19 ആണ്. അത് VSOP പിള്ളേർ 19 19 VSOP 18 17 നമ്മുടെ കൊമിക്കിൻ്റെ പിള്ളേരാണ്. സ്പാർട്ട 16 വെനത്തിൻ്റെ പിള്ളേർ സ്പാർട്ട് വെനത്തിൻ്റെ പിള്ളേർ 15 എററിൻ്റെ പിള്ളേർ 14 RDXൻ്റെ പിള്ളേർ RDXൻ്റെ പിള്ളേരാണ് അവിടേക്ക്. നമ്മുടെ 13 12 നമ്മുടെ എക്സോഡസിൻ്റെ പിള്ളേരുണ്ട്. നോക്കുന്നത് പരമാവധി പുറമേ എന്നുള്ളൊരു ഇതിപ്പോൾ സാൻഡ് ബോബ്സ് ഇപ്പോൾ നോക്കിയാൽ അവർ വനത്തിലെ മെമ്പറാണ്. വനത്തിലെ മെമ്പർ കുഴപ്പമില്ല. റിവോൾട്ടിൻ്റെ പിള്ളേർ കറക്റ്റ് സെറ്റാണ്. ഹൊറൈസൺ കിങ് ടോപ്പിൻ്റെ സ്ലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ കയറി വന്നതാണ്. ഹാക്കറാണ് എന്താ അറിയില്ല. മറ്റൊന്ന് നൈസർ നമുക്ക് ആവശ്യമില്ല. പുള്ളി വേറെ സ്ലോട്ടാണ്. അതെ നമ്മുടെ ടൈം ആയതുകൊണ്ട് പിള്ളേരൊക്കെ കയറിയ എൻ്റെ തിയോസിന് DX ആയിരുന്നു ഞാൻ തെറിയ കൊണ്ടുവരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ടോപ്പ് ടൈറ്റൻ ഓക്കെ ആരുമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നല്ല സ്ലോട്ട് മാറിക്കുന്ന ഭയങ്കര ഇഷ്യൂ ആണ് ബ്രോ. ഭയങ്കര കട്ട സീനാണ്. സോ ടെറർ മക്കൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ഉണ്ടല്ലോ. അതേ പുതിയ സോറി ഗൈസ് കുറച്ച് ഡാർക്കിങ് ജോയിൻ ടൈം പക്ഷേ ആരും വന്നില്ല. ഞാൻ സമയത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
സോ സോറി ഗൈസ്, കുറച്ചൊരു ഇഷ്യൂസ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫസ്റ്റ് ഡേ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, വേറെ ഒന്നുമില്ല. അതായത് ഈ സ്ലോട്ട് മാറി കയറിലുണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ DXൻ്റെ പിള്ളേർ നൈസായിട്ട് സ്ലോട്ട് മാറി കയറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരെ കിക്ക് ചെയ്തു. പക്ഷേ തിയോസിൻ്റെ ടീമിനെ കിക്ക് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ കിക്ക് ചെയ്യില്ല അവർ. പക്ഷേ സ്ലോട്ടുകൾ അങ്ങോട്ട് മാറിപ്പോയി. നമുക്ക് തൽക്കാലം നോക്കാം. ഇനിയിപ്പോൾ നാളെ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല നമുക്ക് വിചാരിക്കാം. സോറി DXൻ്റെ ഗെയിമേഴ്സ് ആരെങ്കിലും കാണുന്നതിൽ ക്ഷമിക്കണം, വേറെ ഒന്നുമില്ല. സ്ലോട്ട് നിങ്ങൾ രണ്ടുപേരും മാറിപ്പോയി. ഓക്കെ, സോ നമ്മുടെ പിള്ളേർ ഇവിടെ ഉണ്ട്. നമുക്ക് കുറേ പുതിയ പിള്ളേരുണ്ട്. ടെററിൻ്റെ പിള്ളേരുണ്ട്, അതുപോലെ നമ്മുടെ എക്സോഡിൻ്റെ പിള്ളേരുണ്ട്. കുറേ പുതിയ ടീം പുതുമുഖങ്ങളുണ്ട്. അതിൽ നമ്മുടെ ഫിങ്സിൻ്റെ പിള്ളേരുണ്ട്. സോ ഇന്നത്തെ ഡിന്നർ ആര് അടിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആരായിരിക്കും നോക്കാം. അങ്ങനെ ടെററിൻ്റെ പിള്ളേരൊക്കെ ഉണ്ട്. ഫുൾ ടീം സെറ്റാണ്. നമുക്ക് നോക്കാം സ്ക്വാഡുകൾ. നമുക്ക് നോക്കാം സ്ക്വാഡിൽ ആരൊക്കെയുണ്ട്. ടെററിൻ്റെ പിള്ളേരുണ്ട്, എക്സോഡിൻ്റെ പിള്ളേരുണ്ട്, വിങ്സിൻ്റെ പിള്ളേരുണ്ട്, ടോപ്പിൻ്റെ പിള്ളേരുണ്ട്, അത് ഡെഡിൻ്റെ പിള്ളേരുണ്ട്, റിവോൾട്ടിൻ്റെ പിള്ളേരുണ്ട്, എക്സോഡസിൻ്റെ പിള്ളേരുണ്ട്, ആർഡിക്സിൻ്റെ പിള്ളേരുണ്ട്, ടെററിൻ്റെ പിള്ളേരുണ്ട്, വെനത്തിൻ്റെ പിള്ളേരുണ്ട്. അതുപോലെ തന്നെ ആരാണ് സ്പാർട്ടയുടെ പിള്ളേരുണ്ട്, ഇമ്പൾസിൻ്റെ പിള്ളേരുണ്ട്, കൊമിക്കിൻ്റെ പിള്ളേരുണ്ട്. അതുപോലെ തന്നെ VSOP ഉണ്ട്, IND ഉണ്ട്, റേസ്, തിയോസ്, ബുസ്ഡാർക്സ് ആൻഡ് DTR ആൻഡ് ടിപെക്സ്. സോ ഫുൾ ടീം ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ചില്ലാണ്. ഇത് എല്ലാവരും നൈസായിട്ട് ഇന്ന് ബൂട്ട് ക്യാമ്പിലൊക്കെ ആരൊക്കെ തെറ്റിപ്പോയി, ക്ഷമിക്കണം. ഞങ്ങളുടെ കൊച്ചിങ്കിലേക്കൊക്കെ ജോർജ് പുളിക്കൊക്കെ ആരൊക്കെ ഇറങ്ങുന്ന കണ്ടറിയാം. എന്ത് പറ്റി ഫുള്ളൊരു ആരും ഡ്രസ്സൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അത് ഞാൻ പാക്കൊക്കെ ഡൗൺലോഡ് ചെയ്താണല്ലോ. ചിലപ്പോൾ നമ്മൾ സ്പെക്ക് ചെയ്യുന്ന ആൾക്കാർ ഡ്രസ്സില്ലാത്തതുകൊണ്ടായിരിക്കും. അത് നമ്മൾ ടോപ്പിൻ്റെ പിള്ളേർ നൈസായിട്ട് അത് ജോർജ് പുള്ളറുണ്ട്. ജോർജ് പുള്ള ആരൊക്കെ ഉണ്ടെന്ന് ടോപ്പിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്, ടോപ്പിൻ്റെ കൂടെ ആരെയുള്ളത് നമുക്ക് കണ്ടു. ടോപ്പ് ടൈറ്റൻ, ടോപ്പ് വൈപ്പറും, ടോപ്പ് ജോക്കറുമാണുള്ളത്. കൂടെ ആരുമില്ല, എല്ലാവരും നൈസായിട്ട് വഴിമറിപ്പുണ്ട്. പൊച്ചിങ്കിലേക്ക് ഒരുപാട് പിള്ളേരുണ്ട് മക്കളെ. പൊച്ചിങ്കിലാണ് അപ്പം ഇന്ന് തട്ടി നടക്കണത്. നമ്മുടെ VSOP പിള്ളേരുണ്ട്. അത് കൊമിക്കിന് കട്ട സപ്പോർട്ടാണുള്ളത് ഫുൾ ഇത്തവണ. പൊളി. സോ നിങ്ങൾ കൊമിക്കിൻ്റെ പിള്ളേരെ ഫുൾ സപ്പോർട്ട് വേണം. ആൻഡ് ടോപ്പ് പൊളി എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ടോപ്പ് പൊളിക്ക്. പക്ഷേ ടോപ്പിൻ്റെ അടുത്ത് ഒരു ടീം പോലും ഇറങ്ങിയില്ല എന്നാണ് ഏറ്റവും വലിയ കൊണ്ട്. റിവോൾട്ടിൻ്റെ വിളിച്ച് മാറി ഇറങ്ങിയതൊട്ട് നൈസായിട്ട് നമ്മുടെ സ്വന്തം പൊച്ചിങ്കിലാണ് അപ്പം ഇന്നത്തെ മാസ്റ്റർ ഫൈറ്റ് നടക്കുന്നത്. കാരണം അവിടെ ഓൾറെഡി 4 ടീമുണ്ട്. പിന്നെ ടിപ്പെക്സിൻ്റെ പിള്ളേരും നമ്മുടെ IND പിള്ളേരും ഇസ്രാറക്സിൻ്റെ പിള്ളേരും തിയോസിൻ്റെ പിള്ളേരും ഒരു മൂലയിൽ നമ്മുടെ പ്രിംറോസ്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇവിടെ ആരൊക്കെയുണ്ട്. തിയോസിൻ്റെ പിള്ളേരുണ്ട്, സ്പാർട്ടയുടെ പിള്ളേരുണ്ട്, ഫീനിക്സ് വാരിയേഴ്സിൻ്റെ പിള്ളേരുണ്ട്. അത് കൊമിക്കിൻ്റെ പിള്ളേർ പരന്നാണ് ഇറങ്ങുന്നത്. കൊമിക്കിൻ്റെ പിള്ളേർ നൈസായിട്ട് ഒരു പൊരിഞ്ഞായിട്ട് ഇവിടെ കാണാൻ പറ്റും. കാരണം നമ്മുടെ ഫ്രണ്ടിലപ്പം വിങ്സിൻ്റെ പിള്ളേരുണ്ട്. വിങ്സിൻ്റെ പിള്ളേർ എന്ത് ചെയ്യുന്നു കണ്ടിരിക്കുന്നു. വാരിയറുണ്ട്, ആരൊക്കെയാണ്, ഡ്രാഗൺ ഉണ്ട്. നമ്മുടെ പിള്ളേരോട് ഫുൾ സെറ്റാണ്. ടോപ്പിനാണിക്കാം ഇവിടെ ഗണ്ണുകളും നിർത്തിയില്ല, വെടിവെച്ചുകളൊന്നും കാണില്ല. കിൽഫിഡിൽ നിന്ന് ആദ്യം ആരുടെ പേര് വരുന്നത് കണ്ടറിയാം. മോൻ നൈസർ M4 ഒക്കെ എടുത്തത് പിള്ളേർ കൊമിക്കിൻ്റെ പിള്ളേർ അടിക്കാൻ വേണ്ടി പെയിൻ ഇവിടെ നിൽക്കുന്നുണ്ട്. പെയിൻ കൊടുക്കുകയോ ഇല്ല നമുക്ക് കണ്ടറിയേണ്ടിരിക്കുന്നു. പെയിൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. പെയിനൊക്കെ സ്കെച്ചിട്ട് അടിക്കും. അത് പെയിൻ ജസ്റ്റ് നോക്കിയിരിക്കുകയാണ്. അത് അവിടെ നിന്ന് പോകുകയാണ് അടിക്കാൻ വേണ്ടി. അത് ഒരു തല കണ്ടു, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പെയിൻ ഇമ്പ്രസ് ആണെങ്കിൽ അവിടെ നൈസായിട്ട് ലൂട്ട് നോക്കിയാൽ പിസ്റ്റൾ വെച്ചടിക്കുന്നു. മോനെ നമ്മുടെ സ്വന്തം ഡെസേർട്ടുകളൊക്കെ വെച്ച് മച്ചാൻ നൈസായിട്ട് അടിക്കുന്നുണ്ട്. അത് ചെറിയൊരു ഇത് കൊടുത്താണ് കവർ ഫയർ കാരണം. പക്ഷേ പിള്ളേരെ പേടിച്ചോടിയിട്ടുണ്ട്. പക്ഷേ ഗിൽഫീൽഡിൽ നിന്ന് ആദ്യം ആരുടെ പേര് വരുമെന്ന് കണ്ടൊരു വെനത്തിൻ്റെ പിള്ളേർ നോക്കാം. വെനത്തിൻ്റെ പിള്ളേർ എവിടെയാണെന്ന് നോക്കാം. ഓവറോളോട് വെനം എല്ലാത്തിൻ്റെ സ്ലോട്ട് മാറിയിട്ടുണ്ട്. നൈസായിട്ട് വെനത്തിൻ്റെ പിള്ളേർ 15 അത്. വെനത്തിനുള്ള ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് എങ്ങോട്ടോ എങ്ങോട്ടാണ് നമുക്ക് കണ്ടറിയേണ്ടിരിക്കുന്നത്. വെനത്തിൻ്റെ പിള്ളേർ നേരെ പോകുന്നത്. പക്ഷേ തൊട്ടുമ്പിൽ ടെററിൻ്റെ പിള്ളേരുണ്ട്. ടെററിൻ്റെ പിള്ളേരായിട്ട് ക്ലാഷ് ആവില്ല നമുക്ക് നോക്കാം. ഇത് പിള്ളേരുടെ ഷോർട്ട് ഗൺ എടുത്താണ് വരുന്നത്. ടെററിൻ്റെ പിള്ളേർ അവിടെ ചാടിയുണ്ട്. ടെററിൻ്റെ പിള്ളേർ ടെററാക്കില്ല. ഇവിടെ ലൂട്ട് ചെയ്യാനുള്ള ശ്രമമാണ്, പക്ഷേ അവിടെ നോക്കുന്നില്ല. അത് വേറെ പിള്ളേരുണ്ട് നോക്കുന്നുണ്ട്. ഇവിടെ IND പിള്ളേരാണ് ആദ്യത്തെ അടി തുടങ്ങിയിരിക്കുന്നത്. ടിപ്പെക്സിൻ്റെ പിള്ളേർ അടിച്ചിട്ടുണ്ട്. IND പിള്ളേർ ആചരടി തുടങ്ങിയിട്ട്. അത് ടിപ്പെക്സ് ടൈറ്റൻ പെട്ടിയിട്ടുണ്ട് നൈസായിട്ട്. അത് ടിപ്പെക്സ് ഇനി എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. IND പിള്ളേർ നൈസായിട്ട് അത് പണി തുടങ്ങി വെച്ചിട്ടുണ്ട് ടിപ്പെക്സ് ആയിട്ട്. വേറെ എവിടെയെങ്കിലും കിൽഫിഡ് ഇത് പിള്ളേർക്ക് കറങ്ങിയൊക്കെ പോകുന്നുണ്ടല്ലോ. ഹെൽമെറ്റ് പോലും ഇല്ലാതെ അടിക്കാൻ പോകുന്നത് ഇന്ന് കണ്ടത് നോക്കാം. പക്ഷേ ഇതിൽ ആരൊക്കെ എപ്പോഴൊക്കെ പെട്ടിയോ നോക്കാൻ പറ്റും. വുഡ്മാനെ കൂടെ വന്ന് ഉമ്മ ചില്ലായിട്ടിരിക്കുന്നുണ്ട്. ടിപ്പെക്സിൻ്റെ പിള്ളേരെല്ലാം എല്ലാവരും പല സ്ഥലത്താണ് ഇരിക്കുന്നത്. അത് അതിൻ്റെ ഷാഡ് ഇവിടെ നോക്കുന്നുണ്ട്. എന്താണ് ഷാഡിൽ കിടക്കാച്ചി തോക്കേട് മച്ചാൻ നടക്കുകയാണ്. നമ്മുടെ കൊമിക്കിൻ്റെ പിള്ളേർ എവിടെയാണ്. കൊമിക്കിൻ്റെ പിള്ളേരോട് അതേ നമ്മുടെ കൊച്ചിങ്കിലാണ്. കൊമിക്കിൻ്റെ പിള്ളേരും സ്പാർട്ടയുടെ പിള്ളേർ ചെറിയൊരു അംഗം കുറിക്കാൻ പോകുന്നുണ്ട്. അത് കൊമിക് ഗ്ലാഡിയോടെ നൈസായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഗ്ലാഡ് എന്താണ് ചെയ്യുന്നത്. സ്പാർട്ടയുടെ പീക്കോടെ നോക്കിയിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റവർ. പക്ഷേ റൈറ്റ് സൈഡിൽ അത് ഫ്രീക്കുണ്ട്. ഫ്രീക്കും പീക്കും ഒരു സൈഡിൽ അത് കൊമിക് വരുന്നു. കൊമിക് പക്ഷേ ജസ്റ്റ് മിസ്സിനാണ് മച്ച നൈസായിട്ട് ഉള്ളിൽ കയറിയത്. പക്ഷേ തിരിച്ചടിക്കുന്നുണ്ട്. തിരിച്ചും അടിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോരിഞ്ഞടി നടക്കുന്നത്. PK അടിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം കൊമിക് PKയുടെ മുകളിൽ കാണുന്നു. മോർഫീസ് അവിടെ ഉണ്ട്. മോർഫീസ് എന്താണ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ തൊട്ടപ്പുറത്ത് VSOP പിള്ളേരുണ്ട്. പിന്നെ നമ്മുടെ ഫീനിക്സിൻ്റെ പിള്ളേരുണ്ട്. അതൊരു നെയ്ഡ് വന്നിരിക്കുന്നു. കിടക്കാച്ച് നെയ്ഡായിരുന്നു. പക്ഷേ ജസ്റ്റ് മിസ്സിന് പോയി. അത് കൊമിക്കിനെ പിന്നിൽ നടിക്കാൻ പിള്ളേർ വന്നിരിക്കുന്നു. തിയോസിൻ്റെ പിള്ളേർ ആർഡിക്സിൻ്റെ അടി തുടങ്ങിയല്ലോ. അവർ
ഒരെണ്ണം പോലും നോക്കിട്ടില്ല, ഫുള്ള് നോക്ക് കില്ലാണ് പിള്ളേർ. അടുത്തടി മോനെ ഫ്രീക്കിന് ആരടിക്കുന്നു, ഫ്രീക്ക് പക്ഷേ ചാടി ഓടിപ്പോൾ മോനെ അടുത്തടി, പക്ഷേ DP വെച്ചിട്ടുള്ള അടിയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതേ പിള്ളേർ അത് നൈസായിട്ട് കില്ല. ആരാണ് സ്പാർട്ട എന്ത് ചെയ്യുന്നു, സ്പാർട്ട പീക്ക് എന്തോ ചെയ്യുന്നുണ്ട്. RDXൻ്റെ പിള്ളേർ മൊത്തം വീണുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷേ ഇവിടെ ചെറിയൊരു അടിയാണ്. ബൈ മോനെ മോർഫിയസിൻ്റെ പിള്ളേർ നൈസർ അത് നെയ്ഡുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കില്ല അങ്ങനെ കൺഫേം ചെയ്തിട്ടുണ്ട് നമ്മുടെ പിള്ളേർ. പിന്നെ അത് മോനെ കൊമിക്കിൻ്റെ പിള്ളേർ അത് പുഷ് ചെയ്യണം. കൊമിക്കിൻ്റെ പിള്ളേർ മുകളിൽ നിന്ന് ചാടി വരുന്നുണ്ട്. സ്പാർട്ടാക്കിട്ട് അത് ഓടിപ്പോകുന്നുണ്ട്. സ്പാർട്ടാക്കിട്ട് അവിടെ ഉണ്ട്, അത് താഴെ വരാണ്. ഗ്ലാഡി എന്താണ് ചെയ്യാൻ വന്നത്? ഗ്ലാഡി അവിടെ ലൂട്ട് ചെയ്യാൻ വന്നതാണ് ഗ്ലാഡി. അത് ഗ്ലാഡി ഇവിടെ ഒന്ന് ലൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അർജുൻ റെഡ്ഡി തീർന്നു. അങ്ങനെ സൈക്കിട്ട് തിയോസിനെ അടിക്കുന്നു. അവിടെ പോകണമെന്നുണ്ട് മോനെ. സൈക്കിളിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ ഇല്ല നമുക്ക് കണ്ടറിയാം. മതി ചാടി വരുന്ന മോനെ. സ്പാർട്ടാപ്പിക്ക് എന്ത് ചെയ്യും? സ്പാർട്ടാപ്പിക്കിനെ നോക്കാണ്, പക്ഷേ സ്പാർട്ടാപ്പിക്കിനെ കണ്ടിട്ടില്ല. ഗ്ലാഡി എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. ഗ്ലാഡി അത് തല പൊങ്ങാൻ വേണ്ടി കാത്തിരും. ഗ്ലാഡി അവിടെ നൈസായിട്ട് ഫുൾ സ്റ്റെപ്പ് കിട്ടിയില്ലെന്ന് അറിയില്ല. ചാടി പോകുന്നുണ്ട്. അത് കറങ്ങി വരുന്ന അടിക്കാനുള്ള ശ്രമമാണ്. അതൊരു തല കണ്ടിരിക്കുന്നു മോനെ. പോളി പീക്ക് നൈസായിട്ട് പണി പാളി. പീക്ക് അടിക്കാൻ നോക്കിയത് മോനെ ആക്യം വെച്ച് സ്പ്രേ ചെയ്യാനുള്ള ശ്രമം, പക്ഷേ ഒന്നും നടന്നില്ല. ആക്യം വെച്ച് KD അവിടെ ഒറ്റയ്ക്ക് പോയി. പിള്ളേർ എന്ത് ചെയ്യുന്നറിയാം, പക്ഷേ പിന്നിൽ നമ്മുടെ വിങ്സിൻ്റെ പിള്ളേർ എന്ത് ചെയ്യുന്നു നോക്കിക്കാണാം മോനെ. അവിടെ രണ്ടുപേർ മാത്രം പിന്നിൽ നിന്നുകൊണ്ട് വരുന്നത്, പക്ഷേ നമ്മുടെ ഫീനിക്സ് വിങ്സിൻ്റെ പിള്ളേർ അവിടെ കറങ്ങി വരുന്നുണ്ട്. അവിടെ പക്ഷേ തൊട്ടപ്പുറത്ത് VSOP പിള്ളേരുണ്ട്. VSOP പിള്ളേർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു മോനെ. സ്പാർട്ടാക്കേടി എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്പാർട്ടാക്കേടി അടുത്ത് ആരും വരുന്നില്ല. അത് മോർഫിയസ് ഗ്ലാഡിയുടെ മുമ്പിലുണ്ട്. ഗ്ലാഡി മുമ്പിൽ നയിക്കുന്നു, പക്ഷേ അപ്പുറത്ത് പോരിഞ്ഞായിട്ട് PX വാരിയറിനെ അടിച്ചുകൊണ്ട് നമ്മുടെ VSOP പിള്ളേർ അടിക്കുന്നുണ്ട്. ഡെഡിൻ്റെ പിള്ളേർ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. ഡെഡിൻ്റെ പിള്ളേർ ഇപ്പോൾ കാണിക്കാം. സ്പാർട്ടാക്കേഡിനെ അടിച്ചങ്ങനെ തീർത്തിട്ടുണ്ട് പിള്ളേർ. അതിന് നമുക്ക് PX എടുത്താൽ PXൻ്റെ അടുത്ത് എന്താണ് നടക്കുന്നത്? PX വാരിയർ ഇവിടെ വീണ്ടുണ്ട്. PX വാരിയർ അടിച്ചു വീഴ്ത്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം VSOP പിള്ളേർ. പക്ഷേ നെയ്ഡുകൾ വരുന്നുണ്ട്, പക്ഷേ റെവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ നെയ്ഡില്ല, രണ്ട് റെവ് എടുത്ത് വെറുതെ ഇല്ല. സ്മോക്കാണോ എന്ന് ഒരു സ്മോക്കിലാണ് തീർന്നത് പിള്ളേർ. മോനെ അടുത്തടി VSOP പിള്ളേർ അടിച്ചു നമ്മുടെ PXൻ്റെ പിള്ളേർ അടിച്ചിടാൻ ശ്രമമാണ്, പക്ഷേ ഫീനിക്സ് വിങ്സിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നോക്കാം, തിരിച്ചടികൾ പ്രതീക്ഷിക്കാമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എക്സൗട്ടിന് അവിടെ പിള്ളേർ അടിച്ചിട്ടുണ്ട്. എക്സൗട്ടിൻ്റെ പിള്ളേർ എന്താണ് ചെയ്യുന്നത്? എക്സൗട്ട് സിഡിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ആരാണ് ചെയ്തത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം വനത്തിൻ്റെ പിള്ളേർ നൈസായിട്ട് അവിടെ ഈ ദൂരെ നിന്ന് അടിച്ചിട്ടുണ്ട്. സ്കൂളിലുള്ള പിള്ളേർ നൈസായിട്ട് സ്നൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ. പക്ഷേ ഇവിടെ സ്പിൻസ് എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അല്ല, പുള്ളി അവിടെ തിരിച്ചോടുകയാണ് ചെയ്തത്. പക്ഷേ നമ്മുടെ പൊച്ചിങ്കിലേക്ക് പോകാം. പൊച്ചിങ്കിൽ ഒരു കൂട്ടപ്പൊരിച്ചുള്ള സമയമായിട്ടുണ്ട്. പൊച്ചിങ്കിൽ പക്ഷേ ഒന്നും നടക്കുന്നില്ല. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി TP പിടുത്തുകയാണ്. പക്ഷേ കില്ലുകൾ കൂടെ പോയിൻ്റുള്ള കാര്യം ആരും മറക്കരുതെന്നാണ് ഞാൻ ഓർപ്പിക്കുന്നത്. മോളി ഒരു കിടുക്കാച്ചി മോളിയാണ് പോയത്, പക്ഷേ നൈസായിട്ട് താഴെയാണ് പൊട്ടി. ഫീനിക്സിൻ്റെ പിള്ളേർ ഇനി എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഫീനിക്സിൻ്റെ പിള്ളേർ ആകെ ട്രാപ്പാണ്. ചുറ്റും ആൾക്കാരാണ്. മുന്നിലും കൊമിക്, പിന്നിൽ VSOP ആണ്. അത് ഫ്ലാഷുകൾ വരുന്നു, നെയ്ഡുകൾ വരുന്നു. മോനെ നെയ്ഡുകളൊന്ന് പൊട്ടുന്നൊക്കെയുണ്ട്. എന്ത് നെയ്ഡാണോ വന്നതെന്ന്, പക്ഷേ ഇതിലോട്ട് പൊട്ടിയില്ല. ഒരു സൗണ്ട് മാത്രമാണ് കേട്ടത്, പക്ഷെ ഒന്നും നടന്നില്ല അതിനുള്ളിൽ. മോനെ കൊമിക്കിൻ്റെ പിള്ളേരെ ഇടയിലൂടെ അടിക്കുന്ന ശ്രമമാണ്, പക്ഷേ പിള്ളേർ അവിടെ നൈസായിട്ട് തലക്കടിച്ചിട്ട് പോയിട്ടുണ്ട്. അതേ ഫീനിക്സ് പെയിൻ എന്താണ് ചെയ്യുന്നത്? അതിനോട് വെടിവെക്കാൻ പറ്റില്ല. വെടിവെക്കാൻ ഇത്തിരി മുകളിലിടുമോ മോനെ? ഇമ്പൾസ് അവിടെ നൈസായിട്ട് മുകളിലാണ് നിൽക്കുന്നത്. ഇമ്പൾസ് എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരുന്നു. ഇമ്പൾസ് നൈസായിട്ട് സ്പോട്ട് നോക്കാണ് അടിക്കാൻ വേണ്ടിയിട്ട്. അതേ ഇമ്പൾസിന് അടിച്ചിടാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇമ്പൾസ് അത് തിരിഞ്ഞൊടിക്കുന്നു. മച്ചാൻ നൈസായിട്ട് റൂഫിൽ നിന്ന് അങ്ങോട്ട് ചാടാൻ നോക്കിയാണ്, പക്ഷേ ചീറ്റി പോയിരിക്കുന്നു. ഇവിടെ ഫുള്ള് TP ആണ്. ഒരു നേരിട്ട് കയറേണ്ട പ്രശ്നമുള്ളൂ, പക്ഷേ ആരും നേടില്ല. ആരുടെയും കയ്യില്ലാത്തോണ്ടിരിക്കുക. മോർഫീസ് അത് സൈഡിലൂടെ കയറി വരുന്നത്. മോനെ മോർഫീസിൻ്റെ കിടുക്കാച്ചി ഓട്ടമാണ്. മോർഫീസിൻ്റെ ഒറ്റയാൾ പോരാട്ടം നടത്തുമില്ല. പിള്ളേരപ്പുറത്താണ് കാര്യം മറന്നിരിക്കുന്നു. അത് നെയ്ഡുകളൊക്കെ എടുത്ത് വരുന്നുണ്ട്. അത് ഈ ഫീനിക്സിൻ്റെ പിള്ളേർ താഴെയാണ്. താഴെ ഇനി എന്തും ഉണ്ടാകാം. താഴെ പിള്ളേരൊക്കെ ഉണ്ട്. താഴെ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഫീനിക്സിൻ്റെ പിള്ളേർ നൈസായിട്ട് ബിൽഡിംഗ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ബിൽഡിങ്ങിൽ മാറി നൈസായിട്ട് ഏക്കമൊക്കെ കൈപിടിച്ച് പോകുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. നമുക്ക് നോക്കാം. മോനെ കൊമിക്കിൻ്റെ പിള്ളേർ നമ്മുടെ വാരിയർ ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ വാരിയറിന് എന്ത് ചെയ്യുമെന്ന് കണ്ടറി. വാരിയറെ എന്താ അതിന് അടുത്ത പരിപാടി ബ്രോ? മോനെ അവിടെ നിന്ന് അടുത്തടി ആരടിക്കുന്നു? മോനെ തൊട്ടവർ VSOP ഉണ്ട്, പക്ഷേ ഇപ്പോൾ മോനെ മോർഫിയസിൻ്റെ പിള്ളേർ നൈസായിട്ട് എടുത്തു, പക്ഷേ ആ കില്ല് കൊണ്ടിരിക്കുന്നത് VSOP ആണ്. VSOP നമ്മുടെ ഡ്രാഗനുണ്ട്. ഇത് കൊമിക്കിൻ്റെ നോക്കിൽ VSOP പിള്ളേരാണ് അടിക്കുന്നത്, പക്ഷേ അവിടെ പോരും ചാടി മോനെ വാരിയർ അവിടെ വീണ്ടിരിക്കുന്നു. പക്ഷേ എവിടെയൊക്കെയാണ് വീണ്ടിരിക്കുന്നത് മനസ്സിലായി. ഗ്ലാഡ് വീണ്ടുണ്ട്. അയ്യോ, ഇവിടെ എന്തുണ്ടായി എനിക്കൊന്നും മനസ്സിലായില്ല. അത് കൊമിക്കിൻ്റെ പിള്ളേരെ അടിച്ചു, VSOP പിള്ളേരെ അടിച്ച് മനസ്സിലായില്ല, പക്ഷേ PXൻ്റെ പിള്ളേർ തീർന്നിട്ടുണ്ട് എന്തായാലും. അത് ലിയോ കൊമിക്കോടെ, പക്ഷേ ഗ്ലാഡി കൊമിക്കോടെ വീണിട്ടുണ്ട്. ഗ്ലാഡീനെ ആരെങ്കിലും വന്ന് പൊക്കുമായിരിക്കും, പക്ഷേ VSOP പിള്ളേർ 4 പേരുണ്ട്. 4 പേരും ചേർത്ത് പുഷ് ചെയ്യല് നമുക്ക് കണ്ടറിയാം. അത് പിസ്റ്റളൊക്കെ കൊണ്ടാണ് പിള്ളേർ ഓടി നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആരും പുഷ് ചെയ്ത്. പിസ്റ്റൾ മാത്രമാണ്. എന്താണ് ബ്രോ പിസ്റ്റൾ മാത്രം കിട്ടുള്ളൂ, വേറെ ഒന്നും ഇല്ലേ? സോ നമുക്കിനി നോക്കാം വേറെ എന്ത് ചെയ്യുമെന്ന്.
സൗണ്ട് കുറച്ച് ലോ ആണെന്ന് അത് എന്താ അറിയില്ല ബ്രോ, നമുക്ക് നോക്കാം. ഇൻ ഗെയിം സൗണ്ട് തീരില്ല, അത് വേറെ കാര്യം. ഇൻ ഗെയിം സൗണ്ട് എനിക്ക് ആൻഡ്രോയിഡ് 10 ആയിട്ട് തന്നെ മോട്ടൻ സീനാണ്. എക്സ് സൗണ്ട് എടുത്തു, എക്സ് സൗണ്ട് പിള്ളേർ നേരത്തെ ഒരു ചെറിയ ഫൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ പിള്ളേർ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, കാരണം വെനത്തിൻ്റെ പിള്ളേർ അങ്ങ് മാറിയിട്ടുണ്ട്. വെനത്തിൻ്റെ പിള്ളേർ അവിടെ നിന്ന് ഓടിപ്പോന്നിട്ടുണ്ട്. ഇനി അടി നടക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ടെററിൻ്റെ അടുത്തും ഡെഡിൻ്റെ പിള്ളേരൊക്കെ അങ്ങ് മൂലയിലാണ്. ഡെഡിൻ്റെ പിള്ളേർ ഇതൊരു ശ്രോണി കയറിയിട്ടില്ല. പക്ഷേ ടോപ്പിൻ്റെ പിള്ളേർ വണ്ടി എടുത്തറിയുന്നുണ്ട്. ടോപ്പിൻ്റെ പിള്ളേർ ബോട്ടിലിടും. മോനെ നമ്മുടെ ചിക്കൻ ബോട്ട്, നമ്മുടെ കിടുക്കാച്ചി ബോട്ടൊക്കെ ആയിട്ടാണ് പിള്ളേർ വരുന്നത്. അതേ മഞ്ഞ ബോട്ടിലത് പിള്ളേർ നൈസായിട്ട് പിന്നിൽ കറക്കിയൊക്കെ പോകുന്നുണ്ട്. നൈസ് ബോട്ടാണ്, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് ടോപ്പിൻ്റെ പിള്ളേരുടെ. DTRൻ്റെ പിള്ളേർ എവിടെയും നമുക്ക് നോക്കുമ്പോൾ പിള്ളേരത് വെള്ള ബോട്ട് നേരെ കൊണ്ട് കയറി. പക്ഷേ മുമ്പിൽ നമ്മുടെ എക്സോറസിൻ്റെ പിള്ളേരുണ്ട്. നല്ല ബോട്ടാണ്, നല്ല കിടുക്കാച്ചി ബോട്ടാണ്. ബോട്ട് കൊള്ളാം, ബോട്ടിൽ പക്ഷേ ബോട്ട് മാത്രമേ കൊള്ളാം, അത് പിള്ളേർ കൊള്ളാം. അത് കണ്ടറിഞ്ഞിരിക്കുന്നു. ടോപ്പിൻ്റെ പിള്ളേർ നല്ല മുമ്പിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ ടിപ്പെക്സിൻ്റെ അടുത്തേക്ക് ആരോ കയറി വരുന്നുണ്ട്. അതായത് IND പിള്ളേർ ജീപ്പും കൊണ്ട് വരുന്നു. പക്ഷേ IND പിള്ളേർ സൗണ്ട് കിട്ടിയോ ഇല്ലെന്ന് അറിയില്ല. അത് സൗണ്ട് കിട്ടിയിട്ടില്ല. IND പിള്ളേർ നേരെ പോകുന്നത്. ടിപ്പെക്സിനുള്ളത് 3 പേര് ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ലൂട്ട് ചെയ്ത് അവരെന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. ഇവിടെ VSOP പിള്ളേർ കൊമിക്കിൻ്റെ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നില്ല. അത് വെടിവെച്ചുള്ളൊന്നും കേൾക്കുന്നില്ല. നമ്മുടെ DTRൻ്റെ പിള്ളേർ താഴെയുണ്ട്. DTRൻ്റെ പിള്ളേർ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഉലാത്തിക്കൊണ്ട് കയറാണ്. പിള്ളേർ താഴെ എന്ത് മടയിലുണ്ടാകും താഴെ. പക്ഷേ ഇവിടെ അടുത്തടി കൊമിക്കിൻ്റെ പിള്ളേർ ചെറിയൊരു അടി അടിച്ചിരിക്കുന്നു. ആരാണ്? മോർഫിയസാണ് അടിച്ചു. മോർഫിയസ് DP കൊണ്ട് മോർഫിയസല്ല അടിച്ചു. പിന്നെ ആരാണ് അടിച്ചു? മുകളിൽ നിന്ന് ആരടിച്ചിട്ടുണ്ട്? അത് ലിയോ നൈസായിട്ട് DP നമ്മുടെ VSOP ലോഡിനടിക്കുന്ന ശ്രമം. ലോഡ് അവിടെ ഒന്നും ചെയ്തില്ല. പോടാ പട്ടി എന്നുള്ള രീതി മച്ചാൻ നൈസായിട്ട് അവിടെ അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. മോനെ അവിടെ ഗ്ലാഡി, പക്ഷേ VSOP ജാക്കിനടിച്ചിരിക്കുന്നു. ഗ്ലാഡി നൈസായിട്ട് കയറി ഒന്ന് അടിച്ചു. മോനെ അങ്ങനെ VSOPയുടെ ഒരു പ്ലെയർ തീർത്തിരിക്കും. മോനെ ഓരോ പ്ലെയർ 1 by 1 ആയിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊമിക്കിൻ്റെ പിള്ളേർ ഒറ്റ ഒരുമിച്ചെല്ലാം നിൽക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും പല സൈഡിൽ നിൽക്കുന്ന പിള്ളേർ 1 by 1 ആയിട്ട് ഓരോ പെട്ടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പെട്ടിക്ക് എംബേഴ്സ് കോമിക്ക് അത് കയറി പോകുന്നുണ്ട്. UMP ഒക്കെ കഴിച്ചു. പക്ഷേ അടുത്തടി അത് VSOP ലോഡിനെ അടിച്ചിട്ട് ലോഡിനെ ലോഡ് അവിടെ നോക്കണം. ലോഡിനെ എന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. ലോഡിന് എന്ത് ചെയ്യും? ലോഡിൻ്റെ പിള്ളേർ പക്ഷേ VSOP പിള്ളേരെല്ലാം അങ്ങ് ദൂരെയാണ്. മാക്ക് ചാടി അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ കില്ല് കൺഫേം ചെയ്യുന്നു. നോക്കുന്നുണ്ട്. പക്ഷേ ആ കില്ല് കണ്ടു. ഇമ്പൾസിൻ്റെ കില്ല് നൈസായിട്ട് അവിടെ കൺഫേം ചെയ്യുന്നു VSOP പിള്ളേർ. പക്ഷേ ലോഡ് അവിടെ നോക്കുകയാണ്. ഇനി നമ്മുടെ മോർഫീസിൽ 3 പേരുണ്ട്. കൊമിക്കിൽ 3 പേരുണ്ട്. നമ്മുടെ പക്ഷേ ഈ VSOPയിൽ 2 പേര് മാത്രമല്ല. 2 vs 3 സിറ്റുവേഷനാണ്. പക്ഷേ എന്തും ഉണ്ടാവും. എന്ത് വേണമെങ്കിലും ഉണ്ടാവും. പിള്ളേരത് മെഡൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ കറങ്ങി VSOPയുടെ മാക്ക് കറങ്ങിപ്പോകുന്നുണ്ട്. VSOP മാക്ക് എന്ത് ചെയ്യും? പക്ഷേ അവിടെ ലോഡിൻ്റെ അടുത്ത് പിള്ളേർ മൊത്തം അത് നോക്കി ചോദിക്കുന്നൊരു പോടാ അത് കൈ കൊണ്ടൊക്കെ ഇടിച്ചാണ് കൊല്ലും നമ്മുടെ VSOPയിലൂടെ. അത് അത്രയും ഭയാനകമായി അവർ പെട്ടിയാക്കിയിട്ടുണ്ട്. പിള്ളേരത് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ലൂട്ടിലൊന്നുമില്ല എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് VSOP മാക്ക് കൊടുത്ത കിടന്ന് പൊസിഷൻ നോക്കണം, ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ. ഇനി അടി നടക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ എവിടെയാണ്? എക്സോഡസിൻ്റെ പിള്ളേർ കിട്ടി. ഇപ്പോൾ ടോപ്പിൻ്റെ പിള്ളേർ പോയി. ടോപ്പിൻ്റെ പിള്ളേർ അവിടെ ഒരു ഫൈറ്റ് എടുക്കുകയും നമുക്ക് കണ്ടറിഞ്ഞിരിക്കുന്ന പിള്ളേർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് കിടക്കാച്ചി ബാക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് പിള്ളേർ. പക്ഷേ എന്താണെങ്കിലും അങ്ങ് എക്സോഡസിൻ്റെ പിള്ളേർ അങ്ങ് ദൂരെയാണ്. എക്സോഡസിൻ്റെ പിള്ളേർ അങ്ങ് ദൂരയിൽ ആരെയും കണ്ടിട്ടില്ല. അവർ ചുമ്മാ ലൂട്ട് ചേർക്കാണ്. അത് ഡെഡിൻ്റെ പിള്ളേർ കൂടി ഉണ്ട്. ടെററിൻ്റെ പിള്ളേർ യെസ്നയിലാണ്. എന്തുണ്ടാവും എക്സോഡസിൻ്റെ പിള്ളേർ കാറൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. ട്രിപ്പാന്ന് തോന്നുന്നുണ്ട് പിള്ളേർ. മാത്തിൻ്റെ പിള്ളേർ നൈസായിട്ട് ഡ്രോപ്പ് എടുക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ എക്സോഡിൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. അവിടെ നിന്ന് നൈസായിട്ട് വെടിവെച്ചുകൾ കേൾക്കുന്നത്. എക്സോഡിൻ്റെ പിള്ളേർ ടോപ്പിൻ്റെ വെടിവെച്ചുകൾ കേൾക്കുന്നുണ്ട്. ടോപ്പിൻ്റെ പിള്ളേർ നൈസായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ട് ചെയ്യാൻ വേണ്ടി മനപ്പുറം വെടിവെച്ചാൽ നമുക്ക് കണ്ടിരിക്കുന്നു. എക്സോഡിൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. കൊച്ചിങ്ങിലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. തീർന്നില്ല. റിവോൾട്ടിൻ്റെ പിള്ളേർ അങ്ങോട്ട് ചാടി വരുന്നുണ്ട്. റിവോൾട്ടിൻ്റെ പിള്ളേർ എന്തും ചെയ്യാം. ഗ്ലാഡി നൈസായിട്ട് VSOP പിള്ളേർ അടിയുണ്ട്. പക്ഷേ പിന്നിൽ നമ്മുടെ റിവോൾട്ടിൻ്റെ പിള്ളേർ വരുന്നു. റിവോൾട്ടിൻ്റെ പിള്ളേർ എന്തും ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം. പക്ഷേ നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യുമോ. വേറെ ഇനി ആരൊക്കെയുണ്ട്? റിവോൾട്ടിൻ്റെ പിള്ളേർ അങ്ങ് ദൂരെയാണ്. റിവോൾട്ടിൻ്റെ പിള്ളേർക്ക് വണ്ടി ഓടി നടന്നുണ്ട് തന്നെ. അല്ല വണ്ടിയൊക്കെ എടുത്ത് ഇടിച്ചൊക്കെ കയറുന്നുണ്ട്. അത് എന്തിനാണെന്ന് അറിയില്ല. അവരൊരു വീട്ടിൽ നൈസായിട്ട് വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഗ്ലാഡിനെ നമ്മൾ സാക്ക് എന്ത് ചെയ്യും? ഗ്ലാഡിനെ കണ്ടു. പക്ഷേ നെയ്ഡൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. അത് നെയ്ഡില്ലാത്തതുകൊണ്ടാണ് അറിയാത്തത്. നെയ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തെറി ബ്രോ. അത് നെയ്ഡ് വന്ന മോനെ അവിടെ നിന്ന് ഗ്ലാഡി നൈസായിട്ട് നെയ്ഡ് ഉണ്ട് തിരിച്ച്. പക്ഷേ ആ നെയ്ഡിൽ നൈസായിട്ട് ഒഴിഞ്ഞു മാറിയുണ്ട് നമ്മുടെ VSOP സാക്ക്. പക്ഷേ ഗ്ലാഡി കോമിക് നൈസർ റൂഫിലൂടെ ചാടി പോകുന്നുണ്ട്. പുള്ളി നമ്മുടെ പഴയ ടാർസനാണെന്ന് തോന്നുന്നു. പുള്ളി ചാടി പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം എന്ത് ചെയ്യുമെന്ന്. വേറെ DTRൻ്റെ പിള്ളേർ നൈസായിട്ട് കറങ്ങി വരുന്നുണ്ട്. DTR അവിടെയാണ്. 0 റെസ്പെക്റ്റിൻ്റെ പിള്ളേർ അങ്ങ് താഴെയാണ്. എല്ലാവരും സോണിൻ്റെ പുറത്താണ്. സോണിനകത്ത് വളരെ കുറച്ച് പേർ മാത്രമാണുള്ളത്. സോണിനകത്ത് ഇനി അടുത്തടി VSOP മോർഫീസിന് നൈസായിട്ട് അടിച്ചിരിക്കുന്നു. മാക്ക് നൈസായിട്ട് അത് ഒരു മോർഫീസിന് അടിക്കുന്നു. പക്ഷേ കാലുമേലേക്ക് വെടിവെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അടുത്ത ഗ്ലാഡി കോമിക് VSOPനെ സാക്കിനെ മേടിച്ചിട്ടുണ്ട്. ഇനി മാക്ക് പക്ഷേ കിടന്നടിക്കുന്ന നേരത്തെ നമ്മുടെ ലിയോ കോമിക്കിൻ്റെ കിടുക്കാച്ചടി മാക്ക് അടുത്ത് വന്നു. അങ്ങനെ ടീം VSOP ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി ആരൊക്കെയുണ്ട്? ഇനി അടി നിറക്കാൻ വെച്ചിട്ട് നമ്മുടെ ടെററിൻ്റെ അടുത്ത് പിള്ളേർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ടെറർ ബോയ്സ് എന്താണ് ലൂട്ട് ചെയ്ത് മടുത്തില്ലേ? ബോയ്സോടെ ചുമ്മാ ലൂട്ട് ചെയ്ത് M24 ആയിട്ട് നടക്കുന്നുണ്ട് പിള്ളേർ ഇനി അടുത്ത അടിക്ക് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി പിള്ളേർ വന്നാൽ മാത്രം മതി, ഞങ്ങൾ ഡബിൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ടെറർ ഹണ്ടർ OP ആവാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷേ പുള്ളിന് പെട്ടിയാവോ ഇല്ലയോ നമുക്ക് കണ്ടറിയേണ്ടിരിക്കുന്നു. എക്സോഡസിൻ്റെ അവിടുത്തെ ഫൈറ്റ് കുറേ നേരം പിള്ളേരൊക്കെ മുഖത്തോട് മുഖം നോക്കി. അവിടെ പിള്ളേരുണ്ട്, ഇവിടെയും പിള്ളേരുണ്ട് എന്നുള്ള രീതിയിൽ
അത് പിള്ളേരോട് എക്സോറിന് പിള്ളേരോട് നോക്കി മറ്റേ ടോപ്പിൻ്റെ പിള്ളേർ നൈസായിട്ട് വണ്ടി എടുത്തിട്ട് പോടാ ഞങ്ങളില്ലാന്ന് പറഞ്ഞിട്ട് അവർ നൈസായിട്ട് കാർ എടുത്ത് പോയിട്ടുണ്ട്. എക്സോറിന് പിള്ളേർ കറങ്ങി വന്നെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അവർ നേരെ കയറിപ്പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർ അവിടെ ഉണ്ട്. ആരാണ് അവിടെ? അങ്ങ് നമ്മുടെ ഈ റിവോൾട്ടിൻ്റെ പിള്ളേരുണ്ട്. റിവോൾട്ടിൻ്റെ പിള്ളേർ അവിടേക്ക് പോകുന്നു. റിവോൾട്ട് പിള്ളേർ മുമ്പിൽ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. റിവോൾട്ടിൻ്റെ പിള്ളേർ ആ കോമ്പൗണ്ട് കയറിയിട്ടുണ്ട്. പക്ഷേ ആ കോമ്പൗണ്ടിലേക്കില്ല, അവർ വേറെ കോമ്പൗണ്ടിൽ പിടിച്ചിട്ടുണ്ട്. ഇവിടെ വേറെ പ്ലെയേഴ്സ് ഇല്ല, അതുകൊണ്ടായിരിക്കും ഇവിടെ കയറി പിടിക്കും. പക്ഷേ റിവോൾട്ടിൻ്റെ പിള്ളേർ അവിടെ നടിക്കുന്നുണ്ട്. പക്ഷേ ഒരു ബുള്ളറ്റ് പോലും കിട്ടുന്നില്ല. അത് വണ്ടിക്ക് കുറേ ബുള്ളറ്റ് ഡാമേജ് കിട്ടുന്നുണ്ട്. പക്ഷേ പിള്ളേർക്കൊന്നും ഡാമേജ് ഇല്ല. ആകെ ടോപ്പ് വൈപ്പറിന് ഇങ്ങനെ കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. റിവോൾട്ടിൻ്റെ പിള്ളേർ കോമ്പൗണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിനി എങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് പിള്ളേർ മോനെ ഇവിടെ ആരാണ് വന്നിരിക്കുന്നത്? മോനെ സാൻഡ് ബോക്സ് ഇതാരാണ്? വനത്തിൻ്റെ പിള്ളേരാണ്. വനത്തിൻ്റെ പിള്ളേർ ഇവിടെ നമ്മുടെ ഈ വീടുകളൊക്കെ ലൂട്ട് യെസ്നയിലൂടെ വീടുകൾ ലൂട്ടുണ്ട്. പക്ഷേ തൊട്ടടുത്ത് ടെററിൻ്റെ പിള്ളേർ കാര്യം ഇവർ അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് എന്തായാലും ഊഹിക്കാം. പക്ഷേ ടെററിൻ്റെ പിള്ളേർ ഇവരുള്ള കാര്യം ടെററിനും അറിയില്ല. രണ്ടുപേർക്കും അറിയാത്ത സ്ഥിതിക്ക് ഇവിടെ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാണ് നമുക്ക് ഊഹിക്കാവുന്നത്. അതേപോലെ റിവോൾട്ടിൻ്റെ അടുത്ത് ഈ പിള്ളേർ കുത്ത് വരുന്നുണ്ട്. അതേ പിള്ളേർക്ക് എടുക്കാച്ച് പുഷ് വരുന്നു. റിവോൾട്ടിൻ്റെ പിള്ളേർ ഈ ടോപ്പിൻ്റെ പിള്ളേർ ഈ ടോപ്പിൻ്റെ പിള്ളേർ എന്ത് ചെയ്യും? പിന്നെ നെയ്ഡുകളൊക്കെ വാരി വണ്ടിയൊക്കെ ഇടിച്ച് കുത്തിച്ചാന്ന് പറയും. പൊക്കിയാണ് വെച്ചിട്ടുണ്ട്. അത് നെയ്ഡ് വന്നിട്ടുണ്ട്. നെയ്ഡുകൾ വരുന്ന മോനെ ടോപ്പിൻ്റെ ഉള്ളിൽ നെയ്ഡൊക്കെ ഉണ്ട്. എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? നെയ്ഡുകൾ എങ്ങും നെയ്ഡുകൾ. അതേപോലെ നെയ്ഡില്ലാത്ത പിള്ളേരെ നോക്കി കൂട്ടിയിരുന്ന ടോപ്പ് ഗോസ്റ്റിൻ്റെ കിടുക്കാച്ച് ഫ്ലാങ്കിൽ പിള്ളേർ അവിടെ 2 നോക്കുന്നുണ്ട്. ഇനി വൈപ്പർ മാത്രമുണ്ട്. വൈപ്പറിനൊന്നും ചെയ്യാൻ പറ്റില്ല. വൈപ്പറിനെയും തീർത്തുകൊണ്ട് നമ്മുടെ റിവോൾട്ടിൻ്റെ പിള്ളേർ നൈസ് ടോപ്പിനുള്ളവരെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിള്ളേർ മൊത്തം വെട്ടി സ്കെച്ചിട്ട് അടിച്ചേക്കണം. നമ്മുടെ ടോപ്പിൻ്റെ പുഷ് കണ്ടപ്പോൾ നമ്മൾ വെച്ചിട്ട് ടോപ്പ് പോയി റിവോൾട്ടിന് അടിക്കുന്നു. പക്ഷേ റിവോൾട്ടിൽ 4 പേരുള്ള കാര്യം ടോപ്പിൻ്റെ 3 പേർ മറന്നിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും പിള്ളേർ അവിടെ നിന്ന് പോയത്. ഇനി നേരെ നമുക്ക് എങ്ങോട്ട് പോകാം? ടോപ്പിൻ്റെ ഉള്ളവർ അങ്ങനെ തീർന്നുണ്ട്. എക്സോണിൻ്റെ ഉള്ളവർ ചുമ്മാ കറങ്ങി കിടക്കുന്നു. ടെററിൻ്റെ പിള്ളേർ എന്ത് ചെയ്യും? ടെററിൻ്റെ പിള്ളേർ ആരെങ്കിലും സ്പോട്ട് ചെയ്തില്ലെന്ന് അറിയില്ല. അവർ സ്പോട്ട് ചെയ്യില്ല. അവർ നേരെ സോണിലേക്കുള്ള ഓട്ടമാണ്. അവർ സോണിലേക്ക് ഓടിക്കാനുള്ള ശ്രമമാണ്. ഇനി വെറും 13 ടീം 44 പേരുണ്ട്. 44 പേരും 13 ടീമും 13 സ്ഥലത്തായതുകൊണ്ട് നമുക്കൊരു അടി. ഇനി പക്ഷേ യെസ്നയിൽ 3 ടീമുണ്ട്. പക്ഷേ 3 ടീം എന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. മുകളിൽ ടെറർ വനം എന്താണ്? വനത്തിൻ്റെ പിള്ളേരെ സ്പോട്ട് ചെയ്തു. വനം എന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. വനത്തിൻ്റെ പിള്ളേരെ വനം സ്പോട്ട് ചെയ്തിട്ടില്ല. ടെറർ വനം അത് ടെററാകാൻ വേണ്ടി നടക്കണം മോനെ. എല്ലാവരും കട്ട ടെറർ ലുക്കാണ്. പക്ഷേ എന്താകുമ്പോൾ നമുക്ക് കണ്ടറിയാം. ലുക്കിലല്ലല്ലോ കാര്യം, വർക്കിലാണ് കാര്യം ബ്രോസ്. അതെ പിള്ളേർ അത് നൈസായിട്ട് ലെവൽ 3 ഹെൽമെറ്റ് മോനെ. ലെവൽ 3 കിടക്കച്ച ഹെൽമെറ്റാണ്. നമ്മുടെ ക്രേറ്റിലുള്ള ഹെൽമെറ്റാണ്. ക്രേറ്റിലുള്ള ഹെൽമെറ്റിൽ പക്ഷേ ലുക്കുള്ള ഇത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ആരും റേസിനുള്ള നൈസ് TP എടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. റേസ് ഫോക്സിക്കും ക്രാറ്റസും മാത്രമുള്ള പിള്ളേർ എന്തെങ്കിലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോ വേറെ എന്താണ് ഇവിടെ ഒരു അടി നടക്കുമോ? അത് ഡീമൺ ഉള്ളതിൽ ഏറ്റവും മുമ്പിൽ ഡീമൺ അവിടെ പിള്ളേർ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമമാണോ? അത് അല്ല, ഡീമൺ എന്തോ പുതിയ പ്രാക്ടീസ് ചെയ്യണം. മച്ചാൻ നൈസായിട്ട് ചാടി കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് എന്തോ ചെയ്യുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പുള്ളി എന്തോ മോനെ വനത്തിൻ്റെ പിള്ളേരെ കണ്ടിരിക്കുന്നു. മോനെ ടെറർ ഡീമൺ പിള്ളേരെ വിളിച്ചിട്ടുണ്ട്. മക്കളെ ഓടി അതേ വേറെ ടീം ഓടിയുണ്ട്. ടീം അതേ നൈസ് ഓടി പോകുന്നു. പക്ഷേ വനത്തിൻ്റെ പിള്ളേർ നമ്മുടെ ഡീമണിനെ കണ്ടില്ല. ഡീമൺ എന്ത് ചെയ്യുമെന്ന് അടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഡീമൺ സ്പ്രേ ചെയ്തിട്ടു ഇല്ലേ നമുക്ക് നോക്കാം മോനെ. ഡീമൺ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഡീമണോട് സ്പോട്ട് ചെയ്യാൻ ടെററിൻ്റെ പിള്ളേർ ചാടി ഓടി വരുന്നുണ്ട്. അത് ഡ്രിങ്ക് കടിച്ച് മച്ചാൻ ബൂസ്റ്റാണ്. പക്ഷേ നമ്മുടെ വനത്തിൻ്റെ പിള്ളേർ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. വനത്തിൻ്റെ പിള്ളേർ നൈസായിട്ട് ചുറ്റും നോക്കുന്നുണ്ട്. പക്ഷേ ഈ തല മാത്രം പുറത്താണ്. തലക്കേക്ക് സ്നൈപ്പർ ഷോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സ്നൈപ്പറിന് ഷോട്ടൊന്നും വരുന്നില്ല. അത് പിള്ളേർക്ക് നൈസായിട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഡീമണോട് ബൂസ്റ്റ് ഇതിന് റിവോൾട്ടിൻ്റെ പിള്ളേർ നൈസായിട്ട് DTൻ്റെ പിള്ളേർ ഫൈറ്റ് ഉണ്ട്. ടീം DTR ആയിട്ട് നമ്മുടെ റിവോൾട്ടിൻ്റെ പിള്ളേർ ചെറിയ ഫൈറ്റിലാണ്. അത് മോനെ ഇവിടെ പൊരിഞ്ഞടിയുണ്ട്. ഇത് DTR വേഴ്സ് റിവോൾട്ടാണ്. പക്ഷേ റിവോൾട്ടിൽ ഇനാരൊക്കെ ഉണ്ട് മോനെ. ഓനിപ്പ് നേരത്തെ അതേ പൊസിഷൻ വണ്ടികളെല്ലാം കത്തി കൊടുത്ത് മോനെ റിവോൾട്ട് മുകളിലൂടെ ആരാണോ റിവോൾട്ട് സാക്ക് വരുന്നുണ്ട്. സാക്ക് അത് മുകളിലൂടെ അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ സാക്ക് എന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നത്. പിന്നിലൂടെ വന്നിരിക്കുന്നു. റിവ് എടുക്കുന്നു മോനെ. അടുത്തടി പോളി മോനെ. DTRൻ്റെ പിള്ളേരെ മുകളിലൂടെ ചാടിയുന്നു റിവോൾട്ട് സാക്ക്. അത് MK വെച്ച് അടിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഇടന്നടിച്ചുകൊണ്ട് പിള്ളേർ അടിക്കുന്നു. ഇനി അഷർ മാത്രമുണ്ട്. അഷറിന് എന്ത് ചെയ്യാൻ പറ്റും കണ്ടറിഞ്ഞിരിക്കുന്നു. അഷർ എന്തെങ്കിലും 1 vs ആണ്. അഷർ എന്ത് ചെയ്യും? അഷർ ഗണ്ണ ചെയ്യുന്നുണ്ട്. പക്ഷേ റിവോൾട്ടിലൂടെ ഗോസ്റ്റ് വന്നിരിക്കുന്നു. ഗോസ്റ്റ് എന്ത് ചെയ്യും? ഗോസ്റ്റ് മോനെ അടിക്കോ മോനെ? ഗോസ്റ്റ് മോനെ റിവോൾട്ടിൻ്റെ ഫുൾ ടീം വൈപ്പ് നമ്മൾ DTR അഷറിൻ്റെ കിടുക്കാച്ച് വൈപ്പാണ് നമ്മൾ കണ്ടത്. മച്ചാൻ നൈസായിട്ട് ലാസ്റ്റ് മാൻ അടിച്ചിട്ടുണ്ട്. ഇനി എക്സോഡിൻ്റെ അടുത്ത് ഇവിടെ കിടുക്കാച്ച് വൈപ്പ് കഴിഞ്ഞ് പിള്ളേർ റെസ്റ്റ് എടുക്കട്ടെ. ഇനി ഡെഡിൻ്റെ അടുത്ത് ഡെഡിൻ്റെ പിള്ളേർ ഇവിടെ ടീം ഡെഡ് റാപ്റ്റർ മാത്രമല്ല. റാപ്റ്ററിന് എന്ത് പറയുന്നത് എക്സോണിൻ്റെ പിള്ളേർ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ഇവരുടെ പിള്ളേർ മൊത്തത്തിൽ വൈപ്പ് തന്നെ നമ്മുടെ മാൻഷൻ്റെ അവിടെ കിടക്കാച്ച് വൈപ്പാണ് തീർന്നത്. എക്സോണിൻ്റെ പിള്ളേർ അത് 4 കില്ലുമായി മുന്നേറുന്നു. പക്ഷേ അവർക്ക് എക്സോട്ട് ഷിഫ്റ്റിനും സിഡിനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്പിൻസും റെസ്റ്റോറൻറ്റ് സ്പിൻസ് എന്ത് ചെയ്യുന്നു കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത് സോൺ നൈസായിട്ടൊന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോൺ അത് സ്കൂളിൻ്റെ അവിടേക്ക് പോയിരുന്നു. പക്ഷേ സോണിലാകെ ഇനി വളരെ 4 പേർ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും പുറത്താണ്. നമ്മുടെ TiP എക്സ്പെനം വരുന്ന ടിപ്പിൻ്റെ പിള്ളേർ കാറിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ പിള്ളേർ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അവർ നേരെ ഇസഡാറിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ഇസഡാറിൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. ഇസഡാറിൻ്റെ പിള്ളേർ നേരെ ടിപ്പിൻ്റെ ഉള്ളിൽ പോകുന്നു. ടിപ്പിൻ്റെ ഉള്ള ഇസഡാറിൻ്റെ പിള്ളേർ മേത്ത് ഇടിച്ച് കുത്താനുള്ള ശ്രമമാണ്. ഇപ്പോൾ ടിപ്പിൻ്റെ പിള്ളേർ എന്ത് ചെയ്യും? അത് വണ്ടി കണ്ടിരിക്കുന്നു. വണ്ടി കണ്ടു. പക്ഷേ എന്ത് ചെയ്യുമെന്ന് നോക്കാം. അത് ഇസഡാറിൻ്റെ പിള്ളേർ അടിക്കില്ല. മോനെ അടി വന്നു സ്പ്രേ ചെയ്യാനുള്ള ശ്രമമാണ്. പിള്ളേർ നൈസായിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്.
DTRൻ്റെ അടുത്തേക്ക് അത് അടുത്ത ടീം വന്നിട്ടുണ്ട്. DTRൻ്റെ അടുത്ത് ആരാണ് വന്നിരിക്കുന്നത്? പുതിയ ടീം എത്തിയിട്ടുണ്ട്. പുതിയ ടീം തന്നെ ടീം നമ്പർ 12. മോനെ ബ്ലാക്ക് എക്സോഡസിൻ്റെ പ്ലെയർ വന്നിട്ട് എക്സോഡസിൻ്റെ പ്ലെയർ വേഴ്സസ് DTRൻ്റെ പ്ലെയർ. അടുത്ത ഫൈറ്റ് DTR ബാക്ക് ടു ബാക്ക് ഫൈറ്റാണ്. ബാക്ക് ടു ബാക്ക്. അതുപോലെ തന്നെ നേടുകളൊക്കെ എറിയുന്നുണ്ട് നമ്മുടെ എക്സോഡസ്. പക്ഷേ നേടത് ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ പിള്ളേർ മൊത്തം പുറത്താണ്. അത് നേടുകൾ ചുമ്മാ ഇരുന്ന് പൊട്ടിക്കുന്നു. എക്സോഡസ് ഡ്രാഗൺ. അവിടെ DTRൻ്റെ പിള്ളേർ മതി ഡബിൾ സ്ട്രോങ് ആണ്. DTRൻ്റെ രണ്ടൊരു അഷറും ബോസ് മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതെ മോട്ടറിലൂടെ ലെഫ്റ്റ് വന്ന് കിടക്കുന്നുണ്ട്. മോട്ടർ ഓടിയിരുന്നു. അഷറത്തെ നൈസായിട്ട് അടിച്ച് മോനെ സ്പ്രേ ചെയ്തിട്ടിരിക്കുന്നു. അങ്ങനെ എക്സോഡസ് മോട്ടൽ വീണിട്ടുണ്ട്. മോട്ടറിലത്തെ നൈസായിട്ട് നോക്കാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരുന്നു. എക്സോഡസിൻ്റെ പിള്ളേർ ഓടി വരുന്നു. എക്സോഡസിൻ്റെ പിള്ളേർ ഓടി വരുന്നുണ്ട്. ബ്ലാക്ക് ഔട്ട് അവിടെ വരുന്നു. ബ്ലാക്ക് ഔട്ടിന് അടിച്ചിട്ടും ബ്ലാക്ക് ഔട്ടിനെ കറങ്ങി വരുന്നുണ്ട്. ബ്ലാക്ക് ഔട്ടിന് അത് കല്ലമ്മയ്ക്ക് ഇടിക്കുന്നു. മോനെ പിന്നിലൂടെ ഇരിക്കുന്നു. പക്ഷേ എക്സോഡസിൻ്റെ പിള്ളേർ 4 vs 2 ആണ്. പക്ഷേ അത് നൈസർ എക്സോഡസിൻ്റെ 2 പേരെ നോക്കായിട്ടുണ്ട്. അത് എക്സോഡസിൻ്റെ പിള്ളേർ നോക്കായിക്കൊണ്ടിരിക്കുന്നു. ഇനി 2 പേർ മാത്രം 2 vs 2 ആണ്. അത് മെഡ് അടിക്കുന്നു. മെഡ് അടിക്കാൻ സാവകാശം അവർ കൊടുത്തിട്ടുണ്ട് നൈസായിട്ട്. അത് എക്സോഡിൻ്റെ പിള്ളേർ പുഷ് വരുന്നുണ്ട്. പുഷ് വരുന്നില്ല. അവരവിടെ നിൽക്കണം. അതെ അവർ നിൽക്കണം. അവരൊന്നും ചെയ്യുന്നില്ല. പിള്ളേരവിടെ പുഷ് ചെയ്തിരിക്കുകയാണ്. 2 vs 2 മോനെ 2 vs 4 ആയത് 2 vs 2 ആക്കിയാണ് നമ്മുടെ DTRൻ്റെ പിള്ളേർ മുന്നേറി. DTRൻ്റെ പിള്ളേർ വേറെ ലെവൽ കളികളാണ് കളിക്കുന്നത്. അതേ പിള്ളേർ കറങ്ങിയൊക്കെ വരുന്നുണ്ട്. കില്ലുകളെല്ലാം കൺഫേം ചെയ്യാനാണ്. അതേ പിള്ളേരോട് അതൊരു തല കണ്ടിരിക്കുന്നു. കില്ല് കൺഫേം ചെയ്ത് കില്ലുകളെല്ലാം അടിച്ച നോക്കുകളെല്ലാം ഞങ്ങളുടെ കില്ലുകൾ മാത്രമെന്ന് പറഞ്ഞു DTRൻ്റെ പിള്ളേർ. അങ്ങനെ DTRൻ്റെ പിള്ളേർ നൈസായിട്ട് അവിടെ എക്സോഡസിൻ്റെ പിള്ളേർ സ്പോട്ടിനുള്ള ശ്രമമാണ്. പക്ഷേ പിന്നിൽ നമ്മുടെ IND പിള്ളേരുണ്ട്. അത് ബൂസ്റ്റ് IND DTR ബോസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? DTR ബോസ് നൈസായിട്ട് ഈ സ്പോട്ടിനുള്ള ശ്രമമാണ്. ലെഫ്റ്റിലൂടെ വരുമോ ഇല്ല നമുക്ക് കണ്ടറിഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റിലൂടെ അവിടെ നൈസായിട്ട് നേടിടാനുള്ള ശ്രമമാണ്. MK ഒക്കെ പിടിച്ച് ക്ലോസ് റേഞ്ചിൽ അടിച്ച് പെട്ടിയാക്കാൻ വേണ്ടി MK ഒക്കെ എടുത്താണ് മച്ചൻ നിൽക്കുന്നത്. ഒരു നേടൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് നേടുണ്ടോ എറിയോ ഇല്ല നമുക്ക് കണ്ടറിയും. മച്ചൻ ബൂസ്റ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ബൂസ്റ്റുകൾ അടിക്കുന്നു. പൊളി അടിയാണ്. വേറെ ലെവൽ അടികളാണ് പിള്ളേர்கள் മൊത്തം. സോ ഇത് തൊട്ടപ്പുറത്ത് പക്ഷേ നമ്മുടെ എക്സൗട്ടിൻ്റെ പിള്ളേരൊക്കെ ഉണ്ട്. എക്സൗട്ടിൻ്റെ പിള്ളേരാണ്. ലെററിൻ്റെ പിള്ളേരുണ്ട്. പിന്നെ വേറെ അപ്പുറത്താരാണ്? അപ്പുറത്ത് IND പിള്ളേരുണ്ട്. സോ നമുക്ക് DTR ബോസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഡ്രാഗൺ ഉണ്ട്. ഡ്രാഗൺ അവിടെ ഉണ്ട്. ഡ്രാഗണിനെ അതൊരു നേരിടാനുള്ള ശ്രമമാണ്. പക്ഷേ ലിയോൻ്റെ പിള്ളേർ എക്സോണിൻ്റെ പിള്ളേർ അടിക്കുന്നു. അതേ എക്സോസ് ഡ്രാഗൺ നൈസായിട്ട് അത് ഓടിപ്പോകുന്നുണ്ട്. ഡ്രാഗൺ നൈസായിട്ട് മതിലൊക്കെ ചാടിയുണ്ട്. മതിലേക്ക് കൂടെ DP ഒക്കെ വെച്ച് കറങ്ങിപ്പോവാണ്. അവരെന്താണ് ചെയ്യാൻ പോകുക നമുക്ക് കണ്ടറിയാം. DTRൻ്റെ പിള്ളേരായിട്ടും ഒളിച്ച് കളിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്തൊരു ഡ്രോപ്പ് വീണിട്ടുണ്ട്. DTR അഷർ എന്താണ് ചെയ്യുന്നത്? ബോസ് നൈസായിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറിയുണ്ട്. അഷറിനകത്ത് ബോസ് നൈസായിട്ട് വീടിൻ്റെ മുകളിലേക്ക് വരുന്നു. അതുപോലെ എക്സോഡസ് സൈക്കോ കറങ്ങി വരുന്നത്. എക്സോഡസ് സൈക്കോ കറങ്ങി വരുന്നുണ്ട്. എക്സോഡസ് സൈക്കോ നൈസായിട്ട് ഒരു കിടക്ക് ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ DTRൻ്റെ പിള്ളേർക്ക് അത് കാണാൻ പറ്റില്ലെന്ന് അറിയില്ല. DTRൻ്റെ പിള്ളേർക്ക് കണ്ണിൽ കാണുകയാണെങ്കിൽ എക്സോഡസിൻ്റെ പിള്ളേർ എന്ത് ചെയ്യും? നൈസായിട്ട് അത് അപ്പുറത്തേക്ക് ചാടുന്നു. വീടിൻ്റെ റൂഫിലേക്ക് കയറാൻ ശ്രമമാണ്. വീടിൻ്റെ റൂഫിലേക്ക് കയറുന്നു. DTR ബോസ് അവിടെ DTR ബോസിനെ പിന്നിൽ നിന്ന് അടിക്കുന്നു. DTR ബോസ് നൈസായിട്ട് നമ്മുടെ എക്സോഡസിൻ്റെ സൈക്കോ അടിച്ചിട്ടുണ്ട്. പക്ഷേ തൊട്ടപ്പുറം അത് എക്സോഡസിൻ്റെ പിള്ളേർ നൈസായിട്ട് അതുകൊണ്ട് ഡ്രാഗൺ വരുന്നു. ഡ്രാഗൺ അത് കയറി വരുന്നു. ഡ്രാഗൺ ഒറ്റയ്ക്ക് അടിക്കുന്നു. DTR ഒറ്റയ്ക്കാണ്. DTRന് പക്ഷേ നൈസായിട്ട് എക്സോഡസ് ഡ്രാഗൺ വീണ്ടും പക്ഷേ DTRക്ക് അത് കില്ലുകൾ കൺഫേം ചെയ്യുന്നു. അത് നൈസായിട്ട് പൊളി അടിയാണ്. എക്സോഡസ് സൈക്കോ മാത്രം ഫിനിഷ് എന്ന് പറയുന്നത് എന്താണ്? എക്സോഡസിൻ്റെ ഫിനിഷാണ് പറയുന്നത്. അത് എക്സോഡസിനോട് സൈക്കിനോട് പറയുന്നത് ഫിനിഷ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ നേടില്ല എന്ന് പറയുന്നു. നേടില്ലാത്തതുകൊണ്ട് അത് ചാടാനുള്ള ശ്രമമാണ് എക്സോഡസ് സൈക്കോ ചെയ്യുന്നത്. സൈക്കോ അത് DTR നൈസായിട്ട് പക്ഷേ DTR ബോസ് വീണ്ടുണ്ട്. ബോസ് 1 vs 1 സിറ്റുവേഷനിലാണ്. നമ്മുടെ DTRൻ്റെ പിള്ളേർ വേറെ ലെവൽ അടികൾ നമുക്ക് കാണാം. വേറെ ലെവൽ IND പിള്ളേരുടെ നൈസായിട്ട് ജനത്തിനുള്ള രംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് നടക്കാത്ത ഈശേ? ഇവിടെ ഇനി 1 vs 1 ഫൈറ്റ് കാണുന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ DTR അഷർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയുന്നത്. DTRൻ്റെ അഷർ അത് നൈസായിട്ട് വണ്ടി എടുത്ത് പോവാണോ അല്ല കറങ്ങിപ്പോകണോ? പക്ഷേ അവിടെ വനത്തിൻ്റെ പിള്ളേർ നൈസായിട്ട് അപ്പുറത്തൊരു അടി നടക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? റൂട്ടൊക്കെ ചെയ്തുകൊണ്ട് മച്ചൻ എങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ട്. അത് വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് അപ്പുറത്തെ ഫൈറ്റ് ഒന്ന് പോകണം. മതി വനത്തിനുള്ളൊരു വൈപ്പായും തോന്നുന്നുണ്ട്. അത് വൈപ്പായി എക്സോഡസ് സൈക്കോ എന്താണ് ചെയ്യുന്നത്? താങ്കൾ എന്താണ് ചെയ്യുന്നത്? എക്സോഡസ് സൈക്കോ എന്തൊക്കെ ചെയ്യുന്നു നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. DTRൻ്റെ പിള്ളേർ നൈസായിട്ട് അടിച്ചു. DTR നൈസായിട്ട് ഒളിപ്പിച്ചു അടിച്ചു. പക്ഷേ ഇവിടെ പൊരിഞ്ഞൊരു അടി ഞാൻ മിസ്സായിട്ടില്ല. അതേ നമ്മുടെ വനത്തിൻ്റെ പിള്ളേരായിട്ട് അടി നടക്കണം. പക്ഷേ നമ്മുടെ ഈ 0 റെസ്പെക്റ്റിൻ്റെ പിള്ളേർ വന്നിട്ടുണ്ട്. വനത്തിൻ്റെ പിള്ളേരുണ്ട്. 3 ടീം ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. റീപ്പർ മാത്രമാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. റീപ്പർ നൈസായിട്ട് നേട് കുക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. IND ഷാഡിക്കുള്ള നേടാണ്. IND ഷാഡിക്ക് അതൊരു നേട് കൊടുത്തേക്കുന്നു. തിരിച്ചും നേട് വന്നിട്ടുണ്ട്. പക്ഷേ നേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പൊട്ടുകയാണ് ചെയ്യുന്നത്. അതേ നേടുകളൊന്നും ചെയ്തില്ല. പക്ഷേ വനത്തിനുള്ളവർ അപ്പുറത്തുണ്ട്. വനത്തിനുള്ളവർ എന്ത് ചെയ്യുന്നത്? വനത്തിൻ്റെ പിള്ളേർ നേടിട്ടിരുന്നു. INDയിലെ പിള്ളേർ നൈസായിട്ടൊന്ന് ട്രാപ്പായിട്ടുണ്ട്. കാരണം വനത്തിൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. 0 റെസ്പെക്റ്റിൻ്റെ പിള്ളേർ പോരിഞ്ഞടി എല്ലാവരും വണ്ടി കൊണ്ട് കുത്തിച്ചിട്ടുണ്ട്. റീപ്പർ നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ IND ക്ലോസോടെ പിന്നീട് ക്ലോസ് വരുന്നത് കാണുന്നില്ല. റീപ്പറിനെ പിന്നിലൂടെ അടി പ്രതീക്ഷിക്കാം. അടുത്തടി UC വെച്ച് കിടുക്കച്ചടി പക്ഷേ തൊട്ടപ്പുറത്ത് വനത്തിൻ്റെ പിള്ളേരുണ്ട്. വനം വരുന്നു. വനത്തിൻ്റെ പിള്ളേർ അടുത്തടി അത് വനത്തിൻ്റെ പിള്ളേർ ഒരുമിച്ചാണ്. IND പിള്ളേരുണ്ട്. വനത്തിൻ്റെ പിള്ളേർ ഇത് പല ടീമുകളാണെന്നുള്ള ഇവർക്ക് അറിയുന്നില്ല. അതേ മോളിൽ IND ഷാഡോ ആണ്.
മോനെ അത് നൈസായിട്ട് ഈവളിൻ്റെ കില്ലുകൾ കാണുന്നു, നമുക്ക് എല്ലാവരും കില്ലുകൾ കാണുന്നു. പക്ഷേ മുകളിൽ നിന്ന് നമ്മുടെ കോമിക്കിൻ്റെ ഒരു നൈസായിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. ആ സ്പ്രേ കാണാൻ പക്ഷേ കില്ലുകൾ അവരടിച്ച് മറ്റേ ഷാഡി എന്തോ ചെയ്യുന്നുണ്ട്. ഷാഡി ഇവിടെ സ്മോക്ക് കിട്ടി ഇരിക്കുകയാണ്, പുള്ളി അവിടെ പേടിച്ചിരിക്കുകയാണ്. റീപ്പർ നോക്കണം, റീപ്പറിൻ്റെ റവ് എടുക്കൽ നമുക്ക് കണ്ടറിയാം. പക്ഷേ തൊട്ടുമ്പിലൂടെ വെനത്തിൻ്റെ വരുന്നു, വെനത്തിൻ്റെ ജീസ് അത് നൈസായിട്ട് വരുന്നത്. ജീസ് ആ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ജീസ് ഒറ്റയ്ക്കാണ്ടാണ്, അത് ജീസ് ഒറ്റയ്ക്കാണ്ട് വണ്ടി എടുത്ത് പോവാണ്. അത് ജീസിനെ കൊല്ലാൻ വേണ്ടി 2 ഫേസ് വരുന്നത്. 2 ഫേസ് ഉസി കൊണ്ട് അടിച്ചിടോ, ഇല്ല ഉസി കൊണ്ട് അടിച്ചുള്ള ശ്രമം, ബുള്ളറ്റിന് വീട്ടിൽ ഡാമേജ് കിട്ടുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അവന് അടുത്തൊരു നെയ്ഡ്, റീപ്പറിൻ്റെ റവ് ആരും എടുക്കുന്നില്ല. റീപ്പറിൻ്റെ നെയ്ഡുകൾ അത് സ്മോക്കുകളൊക്കെ എറിയുന്നുണ്ട്. അത് റവ് എടുക്കാൻ വരുന്നു, പിള്ളേരൊക്കെ ചാടി റവ് എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ നമ്മുടെ റേസിൻ്റെ ഫോക്സ് കാണും. റേസിൻ്റെ ഒരു നൈസായിട്ട് 2 പേര് മാത്രമേ ഉള്ളൂ. അവർ വനത്തിന് അടിച്ചിട്ടാണ് ശ്രമമാണ്, പക്ഷേ ഒന്നും നടന്നില്ല. റേസിൻ്റെ പിള്ളേർ അവിടെ എന്താണ് ചെയ്യുന്നത്? അത് നൈസായിട്ട് റവ് ഒക്കെ എടുക്കുന്ന മോനെ, അങ്ങനെ പിള്ളേരൊക്കെ റവ് എടുക്കുന്നുണ്ട് ആരും. പക്ഷേ മുകളിൽ INT ഷാഡി ഒളിച്ചിരിക്കുന്ന ആരും മറന്നിട്ടില്ല. പക്ഷേ അവിടെ മോനെ റേസിൻ്റെ ഉള്ള നൈസായിട്ട് വനത്തിനുള്ള അടിച്ചിട്ടുണ്ട്. മുകളിൽ ആരാണ് ലിയോ കോമിക്കിൻ്റെ പിള്ളേർ നൈസായിട്ട് മോനെ AWM പിള്ളേർ മോനെ ഗ്ലാഡ് ചെയ്യാതെ നൈസായിട്ട് MK ഒക്കെ വെച്ച് അടിക്കുന്നുണ്ട് ഡയറക്ഷൻ്റെ പിള്ളേർ. പക്ഷേ അത് ചുമ്മാ സ്മോക്കിലേക്ക് വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്മോക്കിൽ ആരുമില്ല എന്നുള്ള കാര്യം അവർ മറന്നിരിക്കുന്നു. അത് പിള്ളേർ ഇവിടെ നിന്ന് പോരിഞ്ഞ് മോനെ ഇവിടെ ആരൊക്കെയോ സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്താണ് നടക്കുന്നത് മോനെ? INT ഷാഡി ഒളിച്ചിരുന്ന് പിള്ളേർക്ക് ഇപ്പോഴാണ് കണ്ടെത്തി. INT ഷാഡി ഒളിച്ചിരുന്ന് ഞാനും മറന്നു. അത് പിള്ളേരുടെ മോർഫിയസ് കോമിക്ക് അത് നൈസർ വണ്ടി ഇടിച്ച് കൊണ്ടുവരുന്നുണ്ട്. വണ്ടി കുത്താനുള്ള ശ്രമമാണ്. അത് പുള്ളി ഒറ്റയ്ക്കാണ് വരുന്നത്. പക്ഷേ അവിടെ ആരും തലയിടാണെങ്കിൽ അടിക്കാനുള്ള ശ്രമത്തിലാണ് പിള്ളേരും വരുന്നത്. വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി വന്ന മോനെ അടുത്തടി വാറുണ്ടി എന്തോ ചെയ്യുന്നുണ്ട്. വാറുണ്ടി അത് വണ്ടി പൊട്ടിക്കാനുള്ള ശ്രമമാണ്. വണ്ടി പൊട്ടിക്കുമായിരിക്കുമെന്നില്ല നമുക്ക് കണ്ടറിയാം. മോനെ വാറുണ്ണി അത് ഡാമേജ് പോവാണ്. കട്ടിലിന് ഒരു ബുള്ളറ്റ് കൂടി കിട്ടിയിരുന്നില്ല. പക്ഷേ ഇവിടെ ഈവൾ വീണിട്ടുണ്ട്. DZRXൻ്റെ ഈവൾ അത് വീണിരിക്കുന്നു. പക്ഷേ ആ കിൽ നൈസായിട്ട് പിള്ളേർ കൺഫേം ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മോർഫീസ് കോമിക്ക് അത് നൈസായിട്ട് സ്മോക്ക് ഇട്ടിരിക്കുന്നു. അത് പിള്ളേർ മോനെ AWM വെച്ച് നൈസ് ചാമ്പ് DZRX റീപ്പർ വലിയ കോമിക് 1/1 ആയിട്ട് പിള്ളേർ ഓരോന്ന് അടിക്കുന്നു. പക്ഷേ തൊട്ടുമില്ല DTRൻ്റെ പിള്ളേർ വരുന്നത്. DTR എന്ന അപകടം ആരും പറഞ്ഞിട്ടില്ല. ലിയോ കോമിക്ക് അത് നൈസായിട്ട് 16 ടീം കിലോട് കൂടി നമ്മുടെ കോമിക്കിൻ്റെ പിള്ളേരാണ്. കോമിക്കിൽ നൈസായിട്ട് മുന്നേറുകയാണ്. ഇതുവരെയും 6 കിലോട് DTR കോമിക്ക് 3 കിലോട് കൂടി ഗ്ലാഡിയും തൊട്ട് അടുത്തടി വാർണിക്കത കൊടുക്കുന്നു. വാർണിക്കത ചന്നമ്മിന് AWM ബുള്ളറ്റുകൾ ഇന്നാ പിടിച്ചോ എന്ന് പറയുന്നു. പക്ഷേ പിന്നിൽ നിന്ന് നമ്മുടെ DTRൻ്റെ പിള്ളേർ അടിക്കുന്നു. DTRൻ്റെ പിള്ളേർ നോക്കുന്നുണ്ട്. അതേ മുന്നിൽ DTR, പിന്നിൽ ZRXൻ്റെ പിള്ളേർ. അതേ അവിടെ പോരിഞ്ഞടി പോലെ 1 vs 1 ഉണ്ടായിരുന്നു. മോർഫീസ് ഒരു ഡൗൺ ആയിട്ട് റീപ്പർ അത് അടുത്ത നോക്കിൽ ഇടാൻ ശ്രമമാണ്. റീപ്പർ അത് പിള്ളേർ മൊത്തം കയറിയിട്ട് ഗ്ലാഡിയും പിള്ളേരും കയറിയിട്ടുണ്ട്. മോനെ അടുത്തടി മോനെ ലിയോ കോമിക്ക് മുകളിലുണ്ട്. താഴെ മുകളിൽ വാറുണ്ട് എന്തെങ്കിലും കണ്ടിരിക്കും. റീപ്പർ അത് റവ് എടുക്കാൻ വരുന്നുണ്ട്. റീപ്പർ അത് കാണുന്നു. റീപ്പർ ബൂസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ലിയോ കോമിക്കിന് അടിച്ചിടോ ഇല്ല അത് കോമിക്കളത് വരുന്നത് നൈസായിട്ട് റവ് അടുത്തടി റീവർ മോനെ അടുത്തടി ഗ്ലാഡിനെ അടിച്ചത് പെട്ടിയായിട്ടുണ്ട്. ഇനി അടുത്ത പിന്നിൽ നിന്ന് പിള്ളേർ അടിക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ലിയോ കോമിക്ക് എന്ത് ചെയ്യും? ലിയോ കോമിക്കിൻ്റെ 1 vs സിറ്റുവേഷനാണ്. 1 vs 3 ആണ്. 1 vs 3 എന്ത് ചെയ്യുമെന്ന് കണ്ടറിയിരിക്കുന്നു. ലിയോ കോമിക്ക് അത് ഉള്ളിൽ കയറാനുള്ള ശ്രമമാണ്. പക്ഷേ മുകളിൽ എന്തൊക്കെയോ അടി നടക്കുന്നുണ്ട്. ആരൊക്കെയോ തമ്മിൽ എന്തൊക്കെയോ അടികൾ എവിടെയും നടക്കുന്നു. പക്ഷേ നോക്കാം മോനെ ഇവിടെ ലിയോ കോമിക്കിൻ്റെ പിള്ളേരാണ്. ലിയോ കോമിക്കിൻ്റെ അത് നെയ്ഡ് കുക്ക് ചെയ്തുകൊണ്ട് കയറുന്നു. പക്ഷേ കയ്യിൽ നിന്ന് പൊട്ടാതിരിക്കാൻ നോക്കുക. ലാസ്റ്റ് പ്ലെയറാണ് മോനെ. വാറണിക്ക് അതൊരു നെയ്ഡ് പോയിട്ടുണ്ട്. വാറണിക്ക് പക്ഷെ ഒന്നും പറ്റില്ല. അത് നെയ്ഡുകൾ ചണ്ടം മുന്നേറിയുന്നുണ്ട്. അടിച്ച നോക്കുകളെല്ലാം തീരട്ടെ എന്ന് പ്രതീക്ഷയാണ്. പക്ഷേ അവിടെ റവുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എററിൻ്റെ പിള്ളേരായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. റേസിൻ്റെ ഉള്ളവരോടെ ഉണ്ട്. പക്ഷേ എററിൻ്റെ ഉള്ളവരോടെയാണ് ടെറർ ബോയ്സ്. അത് വണ്ടിയൊക്കെ എടുത്തത് നെയ്ഡുകളൊക്കെ എറിയുന്നുണ്ട്. എന്നാൽ സ്മോക്കിൻ്റെ ആണ്. അത് പിള്ളേരോട് നൈസ് വൈപ്പാണ് ചെയ്തത്. നമുക്ക് ജസ്റ്റ് മിസ്സാണ് മോനെ. എററിൻ്റെ പിള്ളേർ തീർന്നു പോയി. ക്ഷമിക്കണം, എനിക്ക് കാണാൻ പറ്റിയില്ല. നമുക്കിനി 2 ഫേസ് എടുത്ത് പോകാൻ. 2 ഫേസ് അല്ല, നമ്മുടെ ഇസ്രാറിൻ്റെ പിള്ളേരാണ്. സോൺ നിൽക്കുന്നത് മോനെ. ആർക്കും ഒരഡ്ഡനിൽ ആകുള്ളൂ. DTRൻ്റെ അഷർ മാത്രം മുകളിൽ. പക്ഷേ DTRൻ്റെ കൂടെ റേസിൻ്റെ പിള്ളേർ അത് കണ്ടില്ല എന്ന് തോന്നുന്നു. റേസിൻ്റെ പിള്ളേരെ കാണാണ്ടിരിക്കാൻ വേണ്ടി DTR അഷർ അത് ഒറ്റയ്ക്ക് നൈസായിട്ട് ജീപ്പൊക്കെ എടുത്ത് മച്ചാൻ കറങ്ങി പോകാൻ. പക്ഷേ മച്ചാൻ കറങ്ങിപ്പോണത് എങ്ങോട്ടാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പക്ഷേ കോമിക്കിൻ്റെ ഉള്ളവരുണ്ട്. കോമിക്ക് അത് നൈസ് ലിയോ കോമിക്ക് ഒറ്റയ്ക്ക് അടിക്കുന്നു മോനെ. 2 ഫേസിന് അടിച്ച് പട്ടിയാക്കിയിട്ടുണ്ട്. പക്ഷേ മച്ചാൻ നൈസ് അടുത്ത ഒരു നെയ്ഡും കൂടി അറിയുന്നത് വാറുണ്ണി ചാടി വരുന്നുണ്ട്. നെയ്ഡും കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ ലിയോ കോമിക്ക്. പക്ഷേ ആ നെയ്ഡ് കയ്യിൽ നിന്ന് പൊട്ടാണ്ടിരിക്കാൻ നോക്കാം. ആ വാറുണ്ണിക്ക് അത് വാറുണ്ണി ആ നെയ്ഡിൽ നൈസായിട്ട് ചാടിക്കറിക്കുന്നു. ഇവിടെ റീപ്പറിനെ അടിക്കുന്നു. ഊസി വെച്ചടിക്കുന്നു റീപ്പറിനെ മോനെ. റീപ്പറിൻ്റെ ഊസിയിൽ ലിയോ കോമിക്കിന് പിടിച്ചേക്കാൻ പറ്റില്ല. പക്ഷേ വാറിനെ അവിടെ പെട്ടിയാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടു. ടെററിനുള്ള നൈസ് എടുത്ത് വരുന്നു. ജീപ്പൊക്കെ എടുത്ത് കറങ്ങി വരുന്നുണ്ട് മുകളിൽ. പക്ഷേ DTRൻ്റെ പിള്ളേർ നൈസ് എടുത്ത് കയറി പോകുന്ന ടെററിൻ്റെ അടുത്ത് വണ്ടി കൊണ്ടുപോകുന്ന ടെററിൻ്റെ പിള്ളേർ അവിടെയുള്ള കാര്യം DTR അറിയില്ല. DTRൻ്റെ പിള്ളേർ അറിയാത്ത കാര്യം. പക്ഷേ ടെറർ തിരിച്ചടിക്കുകയില്ലെന്ന് കണ്ടു. അത് DTR നൈസായിട്ട് സ്പോട്ടുകളെല്ലാം കൺഫേം ചെയ്യണം. എവിടേക്കാണ് ആൾക്കാരെന്ന് നോക്കുകയാണ്. പക്ഷേ ആ പുള്ളി എവിടെയും നിർത്തുന്നില്ല. വണ്ടി എടുത്ത് ചുമ്മാ വട്ടം നാരങ്ങ എന്ന രീതിയിൽ മച്ചാൻ കറങ്ങി നടക്കുകയാണ്. അതേ നമുക്ക് നോക്കാം. സോ നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നോക്കാം. കട്ട കമ്പനി മോനെ റേസിൻ്റെ പിള്ളേർ അവിടെ നോക്കിയാണ്. റേസിൻ്റെ പിള്ളേർ അടിക്കുന്ന റേസിൻ്റെ പിള്ളേർ നൈസ് കെട്ടെന്നടിക്കുന്നു. DTR അഷർ എന്താണ് ചെയ്യുന്നത്? DTR അഷർ ഒറ്റയ്ക്ക് പുള്ളി മച്ചാൻ പോയി വണ്ടിയൊക്കെ ചാടി നിർത്തിയിട്ട് റേസിനുള്ളൊരു ഫോക്സിൽ കൊണ്ടിരിക്കുന്നു. ഇനി ക്രാറ്റോസിനെ അടിച്ചിട്ടില്ല. ബുള്ളറ്റുകൾ മിസ്സായതുകൊണ്ട് മാത്രമാണ് ക്രാറ്റോസ് അത് രക്ഷപ്പെട്ടിരിക്കുന്നു. ക്രാറ്റോസ് അവിടെ വീണിട്ടില്ല. പക്ഷേ റവ് എടുക്കാൻ പോകുന്ന നമ്മുടെ
കാരണം ഡീമോൺ ടെററിൻ്റെ പിള്ളേർ നൈസായിട്ട് നോക്കായിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. സോണിൽ വീണതാണ്, പിള്ളേർ കയറി അടിച്ചാണെന്ന് അറിയില്ല. പക്ഷേ സോൺ ഡാമേജ് നന്നായിട്ടുണ്ട്. അതേ മോനെ അവിടെ റേസിനുള്ളവർ നോക്കാണ്, റേസിനുള്ള രീതിയാണ് വണ്ടി കൊണ്ട് പോവുക. അത് പിന്നിൽ അത് മോനെ താഴെ നമ്മുടെ ഇസഡാറക്സിനുള്ളവർ അടിക്കുന്നു. അവർ രണ്ടുപേരും ഓരോരുത്തരും ഓരോ വണ്ടിയിലാണ്. അത് പിള്ളേർ നല്ല പോരിഞ്ഞടിയാണ്. അത് കണ്ടറിയാം അത് പൊരിഞ്ഞടി. പക്ഷേ തൊട്ടപ്പുറത്ത് പിള്ളേരുണ്ട്. റേസിൻ്റെ പിള്ളേർ ഒരു സൈഡിലുണ്ട്, റേസിൻ്റെ പിള്ളേർ അത് വരുന്നു, റേസിൻ്റെ പിള്ളേർ കണ്ടിരിക്കുന്നു. ടു ഫേസ് എന്ത് ചെയ്യും മോനെ, ടു ഫേസ് നൈസായിട്ട് അടിക്കുമോ? ടു ഫേസ് തന്നെ സിംഗിൾ ഷോട്ടിൽ തന്നെ അടിച്ചിരിക്കുന്നു. മോനെ ഇസഡാറിൻ്റെ ഇനി ആരൊക്കെയുണ്ട്? ഇസഡാറിൽ പൊരിഞ്ഞാടിയുണ്ട്. ഇസഡാറിൽ ഇനി വേറെ ആരുമില്ല. ഇസഡാറിൻ്റെ പിള്ളേർ തീർത്തുണ്ട്. ടെറർ നൈസ് ടെറർ വനം മാത്രമാണ് അത്. വേറെ ടെററിൻ്റെ പിള്ളേർ വേഴ്സസ് നമ്മുടെ റേസിൻ്റെ പിള്ളേരാണ്. ഇസഡാറിൻ്റെ പിള്ളേർ നൈസായിട്ട് ഒരു ബുദ്ധിമോശമാണ് കാണിച്ചത്. അതുകൊണ്ട് മാത്രമാണ് പിള്ളേർ നൈസായിട്ട് ഇപ്പോൾ തീർന്നത്. ഇസഡാറിൻ്റെ പിള്ളേർ എന്താണ് കാണിച്ചത്? നിങ്ങൾ നൈസായിട്ട് കൂടെ അവിടെ കുത്തിയപ്പോൾ ഓരോരുത്തരൊക്കെ ഓട്ടോയിലൊക്കെ സിംഗിളിലൊക്കെയാണ് ഗണ്ണോട് വെടിയേക്കാൻ നോക്കിയിരുന്നത്. അത് തന്നെ ടെറർ വനം അത് നൈസായിട്ട് സോണിനുള്ളിൽ കയറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റേസിൻ്റെ പിള്ളേർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ നൈസായിട്ട് ഇപ്പോൾ സോൺ ഔട്ടാവും. അത് ഈ സോൺ ജസ്റ്റ് മിസ്സിലാണ് നിൽക്കുന്നത്. അത് മെഡടിക്കുമായിരിക്കും മതി. പക്ഷേ സോൺ 56 സെക്കൻഡ്, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിരിക്കുന്നു. ടെറർ വനം ഒരു സൈഡിൽ കിടക്കുന്നു, ഒരു സൈഡിൽ നമ്മുടെ ടെറർ ഹണ്ടറും കിടക്കുന്നു. ടെററിൻ്റെ പിള്ളേരാണ് ഇവിടെ നിൽക്കുന്നത്. ടെററിൻ്റെ പിള്ളേർ മുമ്പിലുണ്ട്, അവിടെ റേസിൻ്റെ പിള്ളേരുണ്ട്. ടെറർ 2 vs 2 സിറ്റുവേഷനിൽ ഡിന്നർ ആരടിക്കും നമുക്ക് കണ്ടിരിക്കുന്നു. വേറെ ലെവൽ കളിയാണ് പിള്ളേർ മക്കളെ, ഒരു രക്ഷയില്ലാത്ത അടിയാണ്. അത് മോച്ചാന്മാർ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്, വണ്ടിയിലാണ് പോകുന്നത്. ആരെടുത്തിക്കാണോ അത് മോനെ ഹണ്ടറിൻ്റെ എടുത്തിക്കാണോ? ഹണ്ടർ അവിടെ ഒറ്റയ്ക്കാന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലെന്ന് അറിയില്ല. മച്ചാൻ ബാനർ മോനെ ഹണ്ടറിനെ കണ്ടിരിക്കുന്നു, ഹണ്ടറിനെ കണ്ട് പിന്നിൽ നിന്ന് അടിക്കും. പക്ഷേ നൈസായിട്ട് ഫോക്സിക്ക് വേണ്ടിയിരിക്കുന്നു. ഫോക്സിക്ക് അത് ഒറ്റയാൾ പോരാട്ടം നടത്താൻ നോക്കി, പക്ഷേ നൈസായിട്ട് ടെററിൻ്റെ പിള്ളേർ നൈസായിട്ട് പെട്ടിയാക്കി വിട്ടിട്ടുണ്ട്. സോ ഇന്നത്തെ ഡിന്നർ കൊണ്ടുവരും നമ്മുടെ പുതിയ ടീമായ ടെററിൻ്റെ പിള്ളേർ. ടെറർ ഈ സ്പോർട്സ് നൈസായിട്ട് ഇന്നത്തെ ഡിന്നർ അടിച്ചിട്ടുണ്ട്. ടെററിൻ്റെ പിള്ളേർ 6 കിലോ ഡിന്നർ അടിച്ചിരിക്കുന്നു. സെക്കൻഡ് നമ്മുടെ റേസിൻ്റെ പിള്ളേരാണ് 4 കിലോ കൂടി. അതുപോലെ തന്നെ ഇസഡാറിൻ്റെ പിള്ളേരാണ് തേർഡ് അടിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായ ആദ്യം ഇസഡാറിൻ്റെ പിള്ളേർ നൈസായിട്ട് പൊട്ടത്തരം കളിച്ചിട്ടുണ്ട്, ഡിന്നർ കൊണ്ടേ കളഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ ഫിഫ്ത്ത് നമ്മുടെ ഫോർത്ത് നമ്മുടെ ഡി ടെറിൻ്റെ പിള്ളേരാണ്. ഫിഫ്ത്ത് നമ്മുടെ കോമിക്കിൻ്റെ പിള്ളേരാണ്. സിക്സ് നമ്മുടെ എററിൻ്റെ പിള്ളേരാണ്. സോ പിന്നാലെ നമ്മുടെ ഐൻ്റെ പിള്ളേരുണ്ട്, വനത്തിൻ്റെ പിള്ളേരുണ്ട്, എക്സോഡിൻ്റെ പിള്ളേരുണ്ട്, ടിപ്പെക്സിൻ്റെ പിള്ളേരുണ്ട്, ഡെഡിൻ്റെ പിള്ളേരുണ്ട്, റിവോൾട്ടിൻ്റെ പിള്ളേരുണ്ട്, ടോപ്പിൻ്റെ പിള്ളേരുണ്ട്, വീസോപ്പിൻ്റെ പിള്ളേരുണ്ട്, നമ്മുടെ ഫീനിക്സ് വാരിയേഴ്സിൻ്റെ പിള്ളേരുണ്ട്, ഫ്രീ സ്പാർട്ടയുടെ പിള്ളേരുണ്ട്, തിയോസിൻ്റെ പിള്ളേരുണ്ട്. സോ അർജുൻ റെഡ്ഡിയുടെ ടീമുണ്ട്. സോ ഞങ്ങൾ ഇന്നത്തെ സ്ട്രീമിംഗ് ഇവിടെ നിർത്തിയാണ്. സോ കൺഗ്രാജുലേഷൻ ടീം, ടെററിൻ്റെ പിള്ളേർ ടെററാക്കി കളഞ്ഞിട്ടുണ്ട് ഇന്ന്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ ഗൈസ്, ബൈ.